പോസിറ്റീവ് കമ്മ്യൂണിലെ കുടുംബാംഗങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു തീപ്പൊരി, അല്ലെങ്കിൽ കുറച്ചു പേരുടെ മനസ്സിലുണ്ടായ തീപ്പൊരിയെ ഒരു ജ്വാലയാക്കി മാറ്റിയ, സംസ്ഥാനത്തുടനീളം ഒരുപാട് ശാഖകൾ തുടങ്ങിയ ഏറ്റവും വലിയ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയാം പോസിറ്റീവ് കമ്മ്യൂണിന്റെ ചീഫ് മെന്റർ ആൻഡ് ഫൗണ്ടർ രവിയേട്ടൻ. ആളുകളെ തൻ്റെ കഴിവുകൾ ഉപയോഗിച്ചു തന്നെ ഒരു ചെയിൻ പോലെ, ഒരു മാലയുടെ കല്ല് പോലെ കോർത്തിണക്കിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഇതിന്റെ ചീഫ് കോർഡിനേറ്റർ സുദാസ് ജി, ഇതിന്റെ ടെക്നിക്കൽ കോർഡിനേറ്ററായ ഗോകുമാർ, എൻ്റെ പ്രിയപ്പെട്ട പോസിറ്റീവ് കമ്മ്യൂണിലെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. കേരളത്തിൽ തുടർച്ചയായി 48 ദിവസം സൂം പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് ധന്യമാക്കിയ ഈ കൂട്ടായ്മ എനിക്ക് തോന്നുന്നത് വേറൊരു ഓർഗനൈസേഷൻ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അതും ലോക്ക്ഡൗൺ പീരീഡിലെ, ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സമയത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു 10 മണി മുതൽ 11, അതും പാൽപ്പായസം കുടിച്ച് കഴിയുമ്പോഴേക്കും 12, 1 മണിയാകും. ആ സമയത്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സഹായിച്ച ഈ ഓർഗനൈസേഷൻ എന്നിലും നിങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നറിയാം. എന്നിലുണ്ടാക്കിയ മാറ്റമാണ് എനിക്കിപ്പം കേരളത്തിൽ മൊത്തം എല്ലാ ജില്ലയിലും കുറെ ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളതാണ്. ഈ പോസിറ്റീവ് കമ്മ്യൂണിൽ നിന്ന് എനിക്ക് മറ്റൊരു പ്രൊമോഷൻ കിട്ടി, 4AM ക്ലബിലേക്ക് ചേക്കേറാനും അതിന്റെ മെമ്പറായി, കൂടാതെ അതിന്റെ ഓരോ ക്ലബിലും ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് പോകാനുള്ള സാധ്യത ഉണ്ടാക്കി തന്നത് ഈ പോസിറ്റീവ് കമ്മ്യൂണിറ്റി തന്നെയാണ്. ഏതായാലും എന്നെ കണ്ടെത്താൻ സഹായിച്ച ഈ ഓർഗനൈസേഷൻ ഒരുപാട് പോസിറ്റീവ് ചിന്തകളുണ്ട് ധന്യമാക്കിയ ഇന്ന് ഓർക്കുക. ഇന്ന് 48ാമത്തെ ക്ലാസ് ആണ്. ഏതായാലും ഞാൻ എൻ്റെ കർത്തത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, സെബാസ്റ്റ്യൻ സാർ. അതായത് ട്രാൻസാക്ഷൻ അനാലിസിസ്, വിനിമയ അപഗ്രഥനം എന്ന് പറയുന്ന ഇതിന്റെ ട്രെയിനർ. ആലപ്പുഴ ചേർത്തലയിലെ സെന്റ് മൈക്കിൾസ് കോളേജിൽ നിന്നും കെമിസ്ട്രിയിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇപ്പം LICയുടെ ഡെവലപ്മെന്റ് ഓഫീസറായി പ്രവർത്തിക്കുന്ന അദ്ദേഹം ട്രാൻസാക്ഷൻ അനാലിസിസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി MTA കഴിഞ്ഞു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ക്ലിനിക്കൽ സൈക്കോളജി MA കോഴ്സ് കഴിഞ്ഞു. NLP അമേരിക്കൻ ബേസ്ഡ് ഓർഗനൈസേഷൻ, അവിടെ നിന്നും NLP കഴിഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൗൺസിലിംഗ് ആൻഡ് ട്രാൻസാക്ഷൻ അനാലിസിസ്, ഇപ്പോൾ അതിന്റെ ICT എന്ന് പറയാം, ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ICTയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹം. കൂടാതെ PG ഡിപ്ലോമ LBS നിന്നും, കളമശ്ശേരിയിലെ LBS നിന്നും PG ഡിപ്ലോമ കഴിഞ്ഞ അദ്ദേഹം ഈ ടാപ്പ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ട്, അതിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. കൂടാതെ സഞ്ജീവനി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ട്രിവാൻഡ്രം ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ് സഞ്ജീവനി ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിന്റെ സൂയിസൈഡ് പ്രിവെൻഷന്റെ പ്രോജക്റ്റ് വർക്ക് ഏറ്റെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഇനിയും ഒരുപാട് പറയാനുള്ള അദ്ദേഹത്തിന്റെ ഒരുപാട് കഴിവുകളുള്ള നമ്മുടെ ട്രെയിനറെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സാറേ, സെബാസ്റ്റ്യൻ സാറെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനിടയിൽ ഈ സാധാരണ ഒരു ഗുരുവിന് ശിഷ്യസമ്പത്താണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് മനസ്സിലാക്കുന്നു. തന്റെ ശിഷ്യൻ ഗുരുവിനെ പോലെ, അല്ലെങ്കിൽ ഈ കേരളത്തിലുടനീളം ആളുടെ മനസ്സിൽ സ്ഥാനം ചേർത്ത നമ്മുടെ സുദാസ് ജിയുടെ ഒരു ഗുരു കൂടിയാണ് ഇന്നത്തെ സെബാസ്റ്റ്യൻ സാർ എന്ന് സന്തോഷം അറിയിക്കുകയാണ്. സുദാസ് സാർ, സാർ ഒന്ന് രണ്ട് വാക്കുകൂടെ പറഞ്ഞ് നമുക്ക് സാറ് വീണ്ടും ഈ പ്ലാറ്റ്ഫോം കൊടുക്കാം. ഓക്കെ, താങ്ക് യു സാർ. അധികം ഫോർമാലിറ്റീസ് വേണ്ടെന്ന് വിചാരിക്കുന്നത്. എന്നാലും സെബാസ്റ്റ്യൻ സാറ് നമ്മള് 2010 TA ആണ് നല്ലത് എന്ന് അഡ്വക്കേറ്റ് മൊയ്തീൻ കേട്ടതിന് ശേഷം എനിക്ക് ആദ്യം TA അധ്യാപകന്റെ ഒരു നമ്പർ കിട്ടിയത് നമ്മൾ അറക്കൽ സെബാസ്റ്റ്യൻ സാറിന്റെ നമ്പറാണ്. സാറുമായിട്ട് സംസാരിക്കുകയും സാറിന്റെ 3 ദിവസത്തെ TA ബേസിക് കോഴ്സ് നമ്മളെ രവീന്ദ്രനും മറ്റ് പോസിറ്റീവ് കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നതിന് മുമ്പേ കുറച്ച് സുഹൃത്തുക്കളും കൂടെ തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി വെച്ച് നടത്തി. ആദ്യമായിട്ട് TA അനുഭവിക്കുന്നത് സെബാസ്റ്റ്യൻ സാറിന്റെ അടുത്താണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പോലും ഞാനും രവീന്ദ്രനും അന്ന് സാറ് പറഞ്ഞ ചില ചോദ്യങ്ങളും വാക്കുകളും നെഞ്ചിടിപ്പ് പോലുള്ള ചില ചോദ്യങ്ങൾ അന്നുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. സൗമ്യ ഗോവിന്ദച്ചാമി കൊന്നത് ശരിയോ തെറ്റോ എന്നുള്ളൊരു വല്ലാത്തൊരു ചോദ്യമല്ലോ. അങ്ങനെ പലതും സാറിന്റെ ആ ഒരു പ്രസന്റേഷൻ സ്കില്ല് ഒരു പ്രത്യേക തരത്തിലുള്ളതെന്ന് വളരെ നല്ല അവഗാഹം TA യിലുള്ള ആളാണ് സാറ്. MTA
പൂർത്തിയാക്കിയിട്ടുണ്ട്. സാറിനെ പറ്റി വിശദമായി പറഞ്ഞു. സർ, അറക്കൽ സെബാസ്റ്റ്യൻ സർ നമ്മളെ പോസിറ്റീവ് കമ്മ്യൂണിറ്റി ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. സർ, താങ്ക് യു ആൾ. സർ, താങ്ക് യു സുധാസി. എല്ലാവരെയും ഒരിക്കൽ കൂടി ഇതിന്റെ പോസിറ്റീവ് കമ്മ്യൂണിറ്റി എല്ലാ കുടുംബാംഗങ്ങളായും ഇതിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ട്രെയിനറെയും എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട്, സർ സെബാസ്റ്റ്യൻ സർ, ഫ്ലോർ ഈസ് യുവേഴ്സ്. സർ. അബൂബക്കർ സർ, സുധാസി ചേട്ടാ, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവസരം എനിക്ക് തരുന്നതിൽ പോസിറ്റീവ് കമ്മ്യൂണിറ്റിന്റെ 48ാമത്തെ കണ്ടിന്യൂസ് സെഷനാണ് എന്ന് മനസ്സിലായി. ഇങ്ങനെ ഒരു അവസരം ഈ വേദിയിൽ എനിക്ക് തരുന്നതിന് പ്രത്യേകിച്ച് പോസിറ്റീവ് കമ്മ്യൂണിറ്റിയോടും എൻ്റെ പ്രിയ സുഹൃത്തായ സുധാസി ചേട്ടനോടും പോസിറ്റീവ് കമ്മ്യൂണിറ്റിന്റെ പ്രോഗ്രാം ഓർഗനൈസറായ അബൂബക്കർ സാറിനോടും ഈ പോസിറ്റീവ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഫാമിലിയോടുമുള്ള എൻ്റെ വ്യക്തിപരമായുള്ള നന്ദിയും കടപ്പാടും, അതുകൂടാതെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കൗൺസിലിംഗ് ആൻഡ് ട്രാൻസാക്ഷണൽ അനാലിസിസിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. സുധാസേട്ടൻ പറഞ്ഞു, കേവലം 10 വർഷങ്ങൾക്ക് മുമ്പ് സുധാസേട്ടന്റെ മനസ്സിൽ, അല്ലെങ്കിൽ പോസിറ്റീവ് കമ്മ്യൂണിറ്റിന് മുമ്പുള്ള ഒരു പ്രിമിറ്റീവ് ഫോമിലുള്ള ഒരു ഓർഗനൈസേഷൻ നിങ്ങൾ ഫോം ചെയ്യുകയും അതിനുശേഷം ഇന്ന് കേരളത്തില് അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും തന്നെ പോസിറ്റീവ് കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു, അതിന്റെ പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനം ഒരു മാതൃകയാക്കേണ്ട പ്രവർത്തനമാണ്. കാരണം രാജ്യമെമ്പാടും മാത്രമല്ല ലോകമെമ്പാടും ഒരുപാട് ആളുകൾ ഭയങ്കര ബുദ്ധിമുട്ടുകളിൽ, മാനസിക സംഘർഷങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് ഈ കഴിഞ്ഞ 48 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാംസ് നടത്തുകയും ആ പ്രോഗ്രാമിൽ കൂടെ ആളുകളിലോട്ട് പ്രസരിപ്പ് എത്തിപ്പിക്കാൻ പറ്റുകയും ചെയ്യുക എന്ന് പറയുന്നത് ശ്ലാഘനീയമായ ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ ലോക്ക്ഡൗൺ പീരീഡ് എന്ന് പറയുന്നത്, ഈ കൊറോണയുടെ പീരീഡ് എന്ന് പറയുന്നത് മറ്റ് സാഹചര്യം, മറ്റ് സമയങ്ങളെ അപേക്ഷിച്ചിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ, ഒരുപാട് സംഘർഷങ്ങളിൽ കൂടെ മനുഷ്യന്റെ മനസ്സ് കടന്നു പോകുന്ന സമയമാണ്. ആവലാതികള്, വെപ്രാളങ്ങള്, പാനിക് സിറ്റുവേഷൻസ്, ആങ്സൈറ്റികള്, ഒരുപാട് രീതിയിലുള്ള ഉത്കണ്ഠകള്, ഹിസ്റ്റീരിയ പോലുള്ള, അതായത് ആ അസുഖം എനിക്കുണ്ടോ, കൊറോണ വരുവോ, എൻ്റെ വീട്ടിലോട്ട് വരുവോ, ഇങ്ങനെയുള്ള ചിന്തകള്, ഭയങ്ങള്, അതുപോലെ തന്നെ ഡിപ്രഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മറികടക്കാനുള്ള ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഈ പോസിറ്റീവ് കമ്മ്യൂണിറ്റി സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിറ്റിയോടും ഇതിലെ ഓരോ കുടുംബാംഗങ്ങളോടും ഉള്ള ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പ്രയത്നം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം വിനിമയ അപഗ്രഥനം, വ്യക്തിബന്ധ അപഗ്രഥനം അല്ലെങ്കിൽ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന വിഷയത്തിന്റെ ഒരു ഭാഗമാണ്. ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 വ്യക്തികൾ തമ്മിലുള്ള വിനിമയത്തിനെ കുറിച്ചുള്ള പഠനത്തിനെയാണ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ട്രാൻസാക്ഷണൽ അനാലിസിസ്. ഞാനും ഇപ്പൊ സുധാസിയേട്ടനുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, അല്ല ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടുമ്പോഴത്തേക്ക്, റിലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് സംസാരത്തിൽ കൂടെയാണ്, ഭാഷയിൽ കൂടെയാണല്ലോ നമ്മൾ ബന്ധപ്പെടുന്നത്. അങ്ങനെ ബന്ധപ്പെടുമ്പോഴത്തേക്ക് ഞാനും സുധാസിയേട്ടനും എന്ന് പറയുന്ന 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധപ്പെടലാണെങ്കിൽ കൂടെ ഈ 2 വ്യക്തികളില് ഓരോ വ്യക്തിയിലും 3 വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ ശൈലികൾ ഉണ്ട് എന്നാണ് വിനിമയ അപഗ്രഥനത്തിന്റെ കണ്ടെത്തല്. അപ്പൊ 2 വ്യക്തികൾ തമ്മിൽ ബന്ധപ്പെടുമ്പോഴത്തേക്ക് കേവലം 2 വ്യക്തികളല്ല, ഇവരുടെ 3 വ്യക്തിഭാവങ്ങൾ കൂടി ചേരുമ്പോഴത്തേക്ക് ഏതാണ്ട് 6 പേര് തമ്മിലാണ് ബന്ധപ്പെടുന്നത്. ഇതാണ് വിനിമയ അപഗ്രഥനത്തിന്റെ അടിസ്ഥാനം. ഏതാണ്ട് 4 തരത്തിലുള്ള അനാലിസിസ് ആണ് ട്രാൻസാക്ഷണൽ അനാലിസിസിൽ നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ അനാലിസിസിന് നമ്മൾ പറയുന്നത് ഘടനാപരമായ വിശകലനം എന്നാണ്. സ്ട്രക്ചറൽ അനാലിസിസ്, അതായത് നമ്മുടെ വ്യക്തിത്വം എന്താണ്, ആ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, വ്യക്തിത്വത്തിന്റെ ഉള്ള ശക്തികൾ എന്തൊക്കെയാണ്, ആ ശക്തികൾ എങ്ങനെയാണ് എല്ലാ സമയത്തും പ്രവർത്തിക്കുന്നത്, അതിൻ്റെ അകത്ത് എന്തൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വരുന്നു, അതെങ്ങനെ നന്നായിട്ട് പ്രവർത്തിപ്പിക്കണം, അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഓരോ വ്യക്തികളും എന്ന് പറയുന്നത് അവരുടെ എന്താ പറയുന്ന സാഹചര്യത്തിന്റെയും ജനറ്റിക്സിന്റെയും ഒക്കെ ഒരു ഉൽപ്പന്നമാണ്. അപ്പൊ അതെങ്ങനെയാണ് ഓരോ സാഹചര്യത്തിലും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതിലുണ്ടാകുന്ന പോരായ്മകളെ കണ്ടെത്തുന്നു, അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള പ്രത്യേകത. രണ്ടാമത്തെ ഭാഗം വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയമാണ്.
ആശയവിനിമയത്തിന്റെ അപാകതകൾ എന്തൊക്കെയാണെന്നുള്ളത്, ആശയവിനിമയം കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗത്തിൽ. അതിന് ട്രാൻസാക്ഷണൽ അനാലിസിസ് പ്രോപ്പർ എന്നാണ് വിളിക്കുക. മൂന്നാമത്തെ ഭാഗം ഗെയിം അനാലിസിസ് എന്നാണ് വിളിക്കുക. ഗെയിം അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള ചില ഒളിച്ചു കളികൾ, മനസ്സിന്റെ ചില ഒളിച്ചു കളികളുണ്ട്. രണ്ടോ മൂന്നോ വ്യക്തികൾ തമ്മിൽ ബന്ധപ്പെടുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ചില ഒളിച്ചു കളികൾ, അതിന്റെ ചില ദുരന്ത പര്യാവസനത്തിലെ അതായത് ഒരു എന്താ പറയുന്നത് നെഗറ്റീവ് പ്രവണതകൾ റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുകയും അതിന്റെ എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോശം സാഹചര്യത്തിലോട്ട് പോയി വീഴുകയും ചെയ്യുന്ന മൂന്നാമത്തെ തരം അനാലിസിസിന് ഗെയിം അനാലിസിസ് എന്നാണ് പറയുന്നത്. നാലാമത്തെ അനാലിസിസിന് സ്ക്രിപ്റ്റ് അനാലിസിസ്, തലയിലെഴുത്ത് എന്ന് പറയും. തലയിലെഴുത്ത്, നിന്റെ തലയിലെഴുത്താണത്, നിന്റെ വിധിയാണത് എന്ന് പറയുന്നതിനെ അതിനെ എങ്ങനെ തിരുത്താം, എങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് സ്ക്രിപ്റ്റ് അനാലിസിസിൽ പറയുന്നത്. ഇന്നത്തെ നമ്മളുടെ വിഷയം ഇതിന്റെ ആദ്യത്തെ ഭാഗമാണ്, സ്ട്രക്ചറൽ അനാലിസിസിന്റെ ഭാഗമാണ്. സ്ട്രക്ചറൽ, ഘടനാപരമായിട്ടുള്ള വിശകലനവും അതെങ്ങനെ പ്രവർത്തിക്കുന്നു, മനുഷ്യന്റെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അതില് മാനസിക രോഗങ്ങളെ കുറിച്ചാണ് ഇതിൽ നമ്മൾ വിശദീകരിക്കുക. മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന മാനസിക രോഗങ്ങൾ. ട്രാൻസാക്ഷണൽ അനാലിസിസിന്റെ കാഴ്ചപ്പാട് മറ്റ് മനഃശാസ്ത്ര ശാഖകളുടെ കാഴ്ചപ്പാടിൽ നിന്ന് ചില വ്യത്യാസങ്ങളുണ്ട്. ഇത് വിഭാവനം ചെയ്ത ഡോക്ടർ എറിക് ബേൺ, ഇതൊരു സാമൂഹ്യ മനഃശാസ്ത്രം എന്ന് വെച്ചാൽ ഒരു സമൂഹത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു മനഃശാസ്ത്ര ശാഖയായിട്ടാണ് ഇതിനെ വികസിപ്പിക്കാനായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചത്. അതായത് 1950കളിലാണ് ഇദ്ദേഹം ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ നടത്തുകയും അദ്ദേഹം, നിങ്ങൾ കേട്ട് കാണും, സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകളിലാണ് ഇദ്ദേഹത്തിന് പരിശീലനം ലഭിച്ചത്. പക്ഷെ ആ കാഴ്ചപ്പാടുകളിൽ ഉണ്ടായിരുന്ന ചില പോരായ്മകളെ പരിഹരിച്ചുകൊണ്ട് ഇത് കൂടുതൽ ആളുകളിലോട്ട് എത്തണം, സമൂഹത്തിന് പ്രയോജനകരമാകണം എന്നുള്ള രീതിയിലാണ് ഇതിന്റെ പരിശീലന പദ്ധതികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്ലാസ്സുകളിൽ ഇതിന്റെ പരിശീലനം സിദ്ധിച്ചവരിൽ നിന്ന് തന്നെ വേണം നിങ്ങൾക്ക് ഇതെടുക്കാനായിട്ട്, ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട്. കാരണം അതിനൊരു ക്രമമായിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ ക്ലാസ്സുകൾ പോകുന്നത്. സുധാസ് ചേട്ടനൊക്കെ അത് കംപ്ലീറ്റ് ചെയ്ത ആളാണ്. ഇത് ഇന്ത്യയിലോട്ട് വരുന്നത് ഏതാണ്ട് 1970കളിലാണ്. 1950-60കളിൽ ഇത് അമേരിക്കയിൽ പ്രചരിച്ചു. അതിനുശേഷം പല വിദേശ രാജ്യങ്ങളിലോട്ടും ഇത് പ്രചരിപ്പിക്കപ്പെട്ടു. ഇന്നിപ്പോ ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും തന്നെ ഏതാണ്ട് ഇതിനൊരു അസോസിയേഷൻ ഉണ്ട്, ഇന്റർനാഷണൽ അസോസിയേഷന്റെ കണക്ക് പ്രകാരം 160ഓളം രാജ്യങ്ങളിൽ ഇതിന്റെ ചെറിയ ചെറിയ സബ് സെന്റേഴ്സുകൾ, അതിന്റെ അസോസിയേഷൻസ് പല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യയിലോട്ട് ഇത് കൊണ്ടുവരുന്നതിൽ പ്രധാനി എന്ന് പറയുന്നത് ഫാദർ ജോർജ് കണ്ടത്തിൽ SG ആണ്. അദ്ദേഹമാണ് ICTA എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിലെ കളമശ്ശേരിയിൽ സ്ഥാപിച്ചത്. 70കളിൽ സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിന്റെ ആദ്യത്തെ 1, 2, 3 തലമുറകൾ അത് പഠിപ്പിച്ചു കഴിഞ്ഞു. 3ാം തലമുറയ്ക്ക് ശേഷമുള്ള 4ാം തലമുറയിൽപ്പെട്ട അംഗമാണ് ഞാൻ. ഇപ്പോൾ ICTA വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നു. ICTA ട്രാൻസാക്ഷണൽ അനാലിസിസിന്റെ പുതിയ വശങ്ങൾ, അതിന്റെ കുറച്ചുകൂടെ ഒരു ഡെവലപ്മെന്റൽ ഫോമിലോട്ട് ഒരു പുതിയൊരു ആശയം കൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ത്യയുടെ സാഹചര്യത്തിലെ ട്രാൻസാക്ഷണൽ അനാലിസിസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഗവേഷണം നടത്തുക, പഠനങ്ങൾ നടത്തുക, അത് പ്രചരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യവും ICTA ഭാഗമായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനെ പറ്റിയുള്ള ഒരു ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ICTA എന്താണ് ട്രാൻസാക്ഷണൽ അനാലിസിന്റെ 4 രീതിയിൽ ഉള്ള എന്താണ് അതിന്റെ വിശകലനങ്ങൾ എന്നൊക്കെ ഉള്ളതാണ് ആദ്യത്തെ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ സ്ലൈഡിലോട്ട് നോക്കാം. സ്ലൈഡിലെ 1ാമത്തെ സ്ലൈഡിൽ നമ്മൾ പറയുന്നത് സൈക്കോപാത്തോളജിയുടെ ബ്രീഫ് ഹിസ്റ്ററി, മാനസിക രോഗത്തിന്റെ ബ്രീഫ് ഹിസ്റ്ററി, മാനസിക രോഗങ്ങളുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പുരാതന കാലം തൊട്ടേ ഇതിനുള്ള ചികിത്സകൾ നടത്തിയിരുന്നു. ആ ചികിത്സകളെ പറ്റി വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ മാനസിക രോഗത്തിന്റെ തുടക്കം എന്താണെന്നുള്ളതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അന്ന് നിലനിന്നിരുന്നത്. അപ്പോൾ ഇതിന് ഉള്ള പരിഹാരമായിട്ട് നിർദ്ദേശിച്ചിരുന്നത് പല രീതിയിലുള്ള, ചിലപ്പോൾ പറയും മാനസിക രോഗത്തിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സൂപ്പർ നാച്ചുറൽ പവേഴ്സ്, അതായത് മനുഷ്യാതീതമായിട്ടുള്ള ഏതോ ശക്തികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് മനസ്സിന് ഇയാൾ ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ ചില ദുരാത്മാക്കളുടെ പ്രേരണ കൊണ്ടാണ്, ഇയാളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ് കൊണ്ടാണ് മാനസിക രോഗം ഉണ്ടാകുന്നത്. ഇതായിരുന്നു ആദ്യത്തെ ഒരു കാഴ്ചപ്പാട്. അതിനുശേഷം 2ാമത്തെ ഒരു കാഴ്ചപ്പാട് വരുന്നത് ശരീരത്തിലുള്ള, അതായത്
ശരീരത്തിലുള്ള ചില ബോഡി ഫ്ലൂയിഡുകളുടെ, അതായത് ശരീരത്തിൽ അത് ഹിപ്പോക്രാറ്റസിന്റെ ഒക്കെ സമയത്താണ് പറയുന്നത്, അദ്ദേഹം 4 തരം ഫ്ലൂയിഡുകൾ, ബോഡി ഫ്ലൂയിഡ്സിനെ പറ്റി പറയുന്നുണ്ട്. ഈ ഫ്ലൂയിഡുകളുടെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് മാനസിക രോഗം ഉണ്ടാകുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് വന്നു. 19-20 നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ, 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ കാലഘട്ടത്തിലുമാണ് ഇതിനെപ്പറ്റിയുള്ള കുറച്ചുകൂടെ ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ നടക്കുകയും ഇതിന്റെ ശരിയായിട്ടുള്ള പ്രാധാന്യം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങിയത്. ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടിയാണ് ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളുമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പൊ 2ാമത്തെ സ്ലൈഡിൽ പറയുന്നുണ്ട് വിച്ച് ക്രാഫ്റ്റ്, ഡെമനോളജി, അതായത് ഭൂതോച്ചാടനം അല്ലെങ്കിൽ പിശാചിനെ ബാധ ഒഴിപ്പിക്കൽ എന്നുള്ളൊരു രീതിയിൽ ആദ്യത്തെ കാലഘട്ടത്തിൽ നടന്നിരുന്നു. ഭൂതോച്ചാടനം, ബാധ ഒഴിപ്പിക്കലിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വളരെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളിൽ വരെ ആളുകൾ കേൾക്കേണ്ടി വരികയും ഒരു പരിധിവരെ പല ആളുകളും മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഇതിന്റെ ചില എന്താ പറയുന്ന അനുരണനങ്ങൾ, ന്യൂആൻസസ് നമുക്ക് ഇന്നും നമ്മുടെ സമൂഹത്തിൽ കാണാം. പ്രാകൃതമായിട്ടുള്ള രീതിയിൽ തന്നെ ഇന്നും വിദ്യാഭ്യാസം കുറഞ്ഞ മേഖലയിലും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മേഖലയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാവുന്നതാണ്. പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും ഇൻഫ്ലുവൻസ് പ്രധാനപ്പെട്ടതായിട്ട് കണ്ട, അത് ലോകമെല്ലാം, ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ലുണാറ്റിക് എന്നാണ് ഭ്രാന്തന്മാരെ അന്ന് വിളിച്ചിരുന്നത്. ലുണാറ്റിക്, ലുണ എന്ന് പറഞ്ഞാൽ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാനസിക അവസ്ഥ. ചന്ദ്രന്റെ പൂർണ്ണചന്ദ്രൻ വരുമ്പോൾ, ചന്ദ്രന്റെ വൃദ്ധിയും ക്ഷയം വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന മനസ്സിന്റെ വ്യത്യാസങ്ങളെ കുറിച്ചാണ് അതിൽ പറയുന്നത്. പിന്നെ മാസ് ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക്കലായിട്ടുള്ള ഒരു ഏരിയയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ചില ആളുകളിൽ ചെറിയ ഒരു 3-4 ആളുകൾക്ക് ഒരു പ്രശ്നം, ഇപ്പൊ ഉദാഹരണം നമ്മൾ കൊറോണ എടുത്തു കഴിഞ്ഞാൽ ഒരു 10 പേർക്ക് കൊറോണ വന്നു കഴിഞ്ഞാൽ കുറെ ആളുകൾ ചിലപ്പോൾ വീണ്ടും ഒരു 50 പേരോ 100 പേരോ കൊറോണയുടെ ലക്ഷണങ്ങൾ ചിലപ്പോൾ അവരറിയാതെ തന്നെ അവരുടെ അബോധ മനസ്സിൽ നിന്ന് കാണിച്ചു തുടങ്ങും. അപ്പൊ ഇങ്ങനെയുള്ള ചില സ്വഭാവങ്ങൾ, ഇതിനെ നമ്മൾ ഹിസ്റ്റീരിയ എന്നാണ് വിളിക്കുന്നത്, മാസ് ഹിസ്റ്റീരിയ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടെയാണ് ഏൻഷ്യൻ, അതായത് പുരാതന കാലത്തിൽ നമ്മൾ കടന്നു പോകുന്നത്. ഗ്രീക്കുകാരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് ഗ്രീക്ക് ഫിഷഗറിനായിരുന്നു ഹിപ്പോക്രാറ്റസ്. അതുപോലെ തന്നെ 20-ാം നൂറ്റാണ്ടില് ഇൻസുലിൻ ഷോക്ക് തെറാപ്പിയും ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി, ECT എന്ന് പറയുന്നത്, ഷോക്ക് അടിപ്പിക്കുക. ഇൻസുലിൻ കൂടുതലായിട്ട് ശരീരത്തിൽ കൂടുതൽ അളവിൽ കൊടുക്കുക. ആ കൂടുതൽ അളവിൽ കൊടുക്കുമ്പോഴത്തേക്ക് ആളുകളുടെ ചില കുറെ നേരത്തേക്ക് അയാൾ മയങ്ങിക്കിടക്കും. മയക്കത്തിൽ നിന്ന് ഉണരുമ്പോഴത്തേക്ക് അയാളുടെ മാനസിക രോഗത്തിന് ചില വ്യത്യാസങ്ങൾ കാണുന്നു എന്നുള്ള ഒരു നിഗമനം റിസർച്ച് മെത്തഡോളജിയിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ചികിത്സാ പദ്ധതിയുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗം ചിലപ്പോൾ ആ രോഗി അതോടുകൂടെ തന്നെ മരണപ്പെടാനുള്ള സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ECT ഇന്നും ചില ഏരിയകളിൽ നടത്തുന്നുണ്ട്. ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ചില ഷോക്ക്, ഇലക്ട്രിക് ഷോക്ക് പ്രശ്നങ്ങളും ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിനുശേഷം ഉള്ള അപ്രോച്ചസിൽ പ്രധാനപ്പെട്ടതാണ് അമേരിക്കയിൽ ഉണ്ടായിരുന്ന മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്, മോറൽ ആൻഡ് മെന്റൽ ഹൈജീൻ മൂവ്മെന്റ്സ്. അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് ഡോക്ടർ വില്യം ബെഞ്ചമിൻ ട്രഷ്, ഡൊറോത്തിയ ഡിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഡൊറോത്തിയ ഡിക്സ് ആണ്, അതായത് ഈ മാനസിക രോഗികൾക്ക് ഒരു അസൈലം വേണമെന്ന് വാദിക്കുന്നത്. അതായത് മാനസിക രോഗികളെ അതുവരെ ചികിത്സിച്ചിരുന്നെന്ന് പറഞ്ഞാൽ അവരുടെ വീടുകളിൽ, ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ആണെങ്കിൽ വീടുകളിൽ ചില ആളുകളെ തടിയിലിടുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും കെട്ടിയിടുക, ഒരു മുറിയിൽ അടച്ചിടുക, ചങ്ങലക്കിടുക എന്നൊക്കെയുള്ള രീതികൾ നമ്മുടെ നാട്ടിൻപുറത്ത് പണ്ടുണ്ടായിരുന്ന കാര്യമാണ്. ഏതാണ്ട് ഒരു 10-30 വർഷം മുമ്പ് വരെ അത് സ്ഥിരമായിട്ട് നമുക്ക് കാണാവുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പൊ ഡൊറോത്തിയ ഡിക്സ് പറഞ്ഞു, അതായത് അന്നുവരെ ഈ ആളുകളെ എല്ലാം ഇങ്ങനെ സമൂഹത്തില് വീടുകളിൽ അവർ ബിലോങ് ചെയ്യുന്ന ഏത് കമ്മ്യൂണിറ്റിയാണ് അവിടെ അവരെ തടങ്കലിൽ പാർപ്പിച്ച് ചികിത്സിക്കുന്ന സമ്പ്രദായമായിരുന്നു. അപ്പൊ ഡൊറോത്തിയ ഡിക്സ് പറയുന്ന ഇതാണ്, അത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല. അതിന് പകരം ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അസൈലം ഉണ്ടാക്കണം, ആശുപത്രികൾ ഉണ്ടാക്കണം, ആശുപത്രികളുടെ മേൽനോട്ടം മാനസിക രോഗ വിദഗ്ധർ തന്നെ നടത്തണം എന്നുള്ള രീതിയിൽ ഡൊറോത്തിയ ഡിക്സ് എന്ന് പറയുന്ന അമേരിക്കൻ സൈക്യാട്രിസ്റ്റ് അവർ മുന്നോട്ട് വരികയും അവരുടെ കാഴ്ചപ്പാടിന്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ആധുനിക മനോരോഗ ആശുപത്രികളുടെ തുടക്കം അവരുടെ കാഴ്ചപ്പാടിന്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെ പിൻഗാമിയാണ് ഇന്ന് കാണുന്ന അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന.
അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന്റെ ഹിസ്റ്ററിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇതിനുശേഷം വരുന്ന ഒരു അപ്രോച്ചാണ് സൈക്കോ അനാലിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്ന ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അപ്രോച്ച്. അദ്ദേഹം പറയുന്നത് മെന്റൽ സ്ട്രക്ചേഴ്സിനെ പറ്റിയാണ്. മനസ്സിന്റെ ഘടന, ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയും. പിന്നെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അദ്ദേഹം പറയുന്ന കോൺഷ്യസ്, സബ് കോൺഷ്യസ്, കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്ന് പറയുന്ന മനസ്സിന്റെ 3 കോൺഷ്യസ്നെസിനെ കുറിച്ചുള്ള സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ്, ഒരാളുടെ ജീവിത രീതിയിലുള്ള ഡെവലപ്മെന്റ്സ്, അതായത് ജനിച്ചു വീഴുന്നതിന് ശേഷം മരണം വരെയുള്ള പല ഘട്ടങ്ങളിലുള്ള ഡെവലപ്മെന്റ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. ആങ്സൈറ്റിയെ പറ്റി, ഡിഫൻസ് മെക്കാനിസത്തിനെ പറ്റി പറയുന്നു. ഇപ്പൊ ഫ്രോയിഡിന്റെ കുറെ അപ്രോച്ചുകൾ, സൈക്കോ അനാലിറ്റിക് തെറാപ്പി പറയുന്നു. ഫ്രോയിഡിന്റെ അപ്രോച്ചിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ കടുകട്ടിയാണ്. സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിലല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇത്, ഈഗോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെയൊക്കെയാണ് ട്രാൻസാക്ഷണൽ അനാലിസിസിന്റെ ഇന്റർവെൻഷൻ വരുന്നത്. അതിനുശേഷം ഫ്രോയിഡിന് ശേഷം വരുന്ന ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഉണ്ട്. കാൾ റോജേഴ്സ്, അബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന ഇവരുടെയൊക്കെ കാഴ്ചപ്പാടുകളുടെ പിൻബലത്തിൽ വരുന്ന ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഈ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചില് അവർ പറയുന്നത് പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, അതായത് ജീവിതത്തിന് ഒരുപാട് പോസിറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്, ജീവിതത്തിന് ഒരു മീനിങ് ഉണ്ട്, ഫ്രീ ചോയ്സ്, പേഴ്സണൽ ഗ്രോത്ത്, അവർക്ക് സ്വതന്ത്രമായിട്ട് വളരാനും വികസിക്കാനുള്ള കഴിവ് ഓരോ വ്യക്തികളിലും ഉണ്ട്, അന്തർലീനമായിരിക്കുന്നു. അതിനെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റോജേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യമുണ്ട്, പവർ ഈസ് ഇൻ ദ പേഴ്സൺ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ആ പേഴ്സന്റെ ഉള്ളിലാണ് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കഴിവ് ഇരിക്കുന്നത്. അപ്പൊ മാനസിക രോഗം ഉണ്ടെങ്കിൽ ആ രോഗത്തിനെ പരിഹരിക്കാനുള്ള ശക്തി ആ വ്യക്തിയിൽ തന്നെയുണ്ട്. ആ വ്യക്തിക്ക് ആ ശക്തി കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ സാധിക്കുന്നില്ല. അത് കണ്ടെത്താൻ സഹായിക്കലാണ് ഒരു മനോരോഗ വിദഗ്ധന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നാണ് റോജേഴ്സിന്റെ കാഴ്ചപ്പാട്. പിന്നീട് വരുന്ന അപ്രോച്ചസുകളാണ് ബിഹേവിയറൽ അപ്രോച്ച്. നിങ്ങൾ കേട്ട് കാണും, പാവ്ലോവ്, ഇവാൻ പാവ്ലോവ്, വാട്സൺ എന്ന് പറയുന്ന ഇവരുടെയൊക്കെ, ജോൺ ബി വാട്സൺ അമേരിക്കനാണ്, ഇവാൻ പാവ്ലോവ് റഷ്യൻ സയന്റിസ്റ്റ് ആണ്. പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് വളരെ പ്രസിദ്ധമാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടിയുടെ ഉദാഹരണം നമ്മൾ കേട്ടിട്ടുണ്ട്. പട്ടിക്ക് ഭക്ഷണം സമയത്ത് കൊടുക്കുക, ഒരു ബെല്ലടിച്ചിട്ട് ബെല്ലിന്റെ മടിയുടെ ഒച്ചയാക്കുമ്പോഴത്തേക്ക് ഭക്ഷണം കൊടുക്കുക. അത് സ്ഥിരമായിട്ട് ഒരാഴ്ച 2-3 ദിവസം റിപ്പീറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും ഭക്ഷണം കൊടുക്കുക. ബെല്ലടിക്കുമ്പോൾ തന്നെ പട്ടിയുടെ വായിൽ നിന്ന് സലൈവ വരുന്നു. സലൈവ വരുന്നെന്ന് പറഞ്ഞാൽ ഉമിനീർ സ്രവിക്കുന്നു. ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. അതിനുശേഷം ഒപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന വേറൊരു, സ്കിന്നർ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന ഒപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നു. ഒപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതിന്റെ റിസൾട്ട് കൊണ്ട് അവരുടെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേക്ക് വരുമാനം കിട്ടുന്നു. ആ വരുമാനം കൊണ്ട് പിന്നീട് പല പല കാര്യങ്ങൾ എൻ്റെ ഫാമിലിയിൽ എനിക്ക് നടത്താനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നതാണ് ഈ ഒപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ അടിസ്ഥാനം. അപ്പൊ ഇങ്ങനെയുള്ള അപ്രോച്ചസുകളൊക്കെ ഈ ടിഎയുടെ തുടക്കകാലത്ത് ഉള്ളതാണ്. പിന്നെ സോഷ്യൽ കൊഗ്നീറ്റീവ് തിയറി, ബിഹേവിയറൽ മോഡിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന കുറെ സ്കൂൾസ് ഓഫ് തോട്ട്സും ഒക്കെ ഈ സമയത്തുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെല്ലാത്തിനും വളരെ സമഗ്രമാണ്. വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, എന്നാലും ചില ദോഷവശങ്ങളുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഡോക്ടർ ബേൺ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഒരു പീരീഡാണ് അദ്ദേഹം ട്രാൻസാക്ഷണൽ അനാലിസിസുമായിട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ പേര് പിന്നെ ലേമാൻസ് ഗൈഡ് ഫോർ സൈക്യാട്രി എന്നാണ്. ലേമാൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ മനഃശാസ്ത്രത്തിനെ വിശദീകരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം തന്നെ ഇറങ്ങുന്നത്. ഇപ്പൊ ട്രാൻസാക്ഷണൽ അനാലിസിസ് സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എല്ലാത്തിനെയും അന്നുവരെയുള്ള എല്ലാ കാര്യത്തിനെയും ഇല്ലാതാക്കുന്നില്ല. പക്ഷെ അന്നുവരെയുള്ള എല്ലാ മനഃശാസ്ത്രത്തിനുള്ള എല്ലാ വികസിത രൂപങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ എല്ലാത്തിനും കൂടെ സംയോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഒരു നല്ല രീതിയിൽ സാധാരണക്കാരന് മനസ്സിലാകുകയും അത് പഠിച്ചെടുത്തതിന് ശേഷം അത് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു മനഃശാസ്ത്ര ശാഖയായിട്ടാണ് എറിക് ബേൺ ഇതിനെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇത്രയും ഹിസ്റ്ററി ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത്. ഇപ്പൊ ഏകദേശം ഒരു 10:30 ഇന്ന് നമുക്ക് ഏകദേശം അരമണിക്കൂറാണുള്ളത്. നമുക്ക് ടിഎയുടെ മെയിൻ ആയിട്ടുള്ള ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയത്തിലോട്ട് വരാം. അതിനു മുമ്പായിട്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവരും തന്നെ ഈഗോ സ്റ്റേറ്റിന്റെ സ്ട്രക്ചറൽ അനാലിസിസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ടിഎയുടെ ഡെഫിനിഷൻ ജസ്റ്റ് ഞാനത് ഓടിച്ച് പറഞ്ഞു പോവുകയാണ്. ഇറ്റ്സ് എ തിയറി ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് എ സിസ്റ്റമാറ്റിക് സൈക്കോതെറാപ്പി ഫോർ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് പേഴ്സണൽ ചേഞ്ച്. ഇത് സ്ലൈഡ് 9ാമത്തെ സ്ലൈഡാണ്. 9ാമത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട് ടിഎയുടെ ഡെഫിനിഷൻ.
വ്യക്തി വികസനത്തിനും വ്യക്തിത്വത്തിലുള്ള മാറ്റത്തിനും വേണ്ടിയിട്ടുള്ള ഒരു തിയറിയാണിത്. എറിക് ബേണിന്റെ പടമാണ് 10ാമത്തെ സ്ലൈഡിൽ കാണുന്നത്. ബേണിന്റെ ഒരുപാട് രീതിയിലുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. ഫാദർ ജോർജ് കണ്ടത്തില് 13ാമത്തെ സ്ലൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ടിയുടെ ഫിലോസഫിക്കൽ അസംഷൻസ്, സ്ലൈഡ് 14. ഫിലോസഫിക്കൽ അസംഷൻസ് ഓഫ് ടി എ. ഏത് ശാസ്ത്രശാഖയാണെങ്കിലും അതിന് ഒരു ഫിലോസഫി ഉണ്ടാവും. ടിയുടെ ഫിലോസഫി പ്രധാനമായിട്ട് പറയുന്ന 3 ഫിലോസഫിയാണ്. പീപ്പിൾ ആർ ഓക്കെ, എല്ലാ മനുഷ്യരും തുല്യരാണ്, ഞാനും നിങ്ങളും തുല്യരാണ്, ഒന്നാമത്തെ കാഴ്ചപ്പാടാണ്. രണ്ടാമത്തെ കാഴ്ചപ്പാട് എല്ലാ മനുഷ്യർക്കും ചിന്തിക്കാനുള്ള ശക്തിയുണ്ട്, 14ാമത്തെ സ്ലൈഡ്. മൂന്നാമത്തെ കാഴ്ചപ്പാട് എല്ലാ മനുഷ്യരും പീപ്പിൾ ഡിസൈഡ് ദെയർ ഓൺ ഡെസ്റ്റിനി ആൻഡ് ദീസ് ഡിസിഷൻസ് ക്യാൻ ബി ചേഞ്ച്ഡ്. എല്ലാ മനുഷ്യരും അവരുടെ ഭാവി എന്താണെന്നുള്ളത് തീരുമാനിച്ചു വെക്കും, ചെറുപ്പത്തിലെ തീരുമാനിച്ചു വെക്കും എന്നാണ് എറിക് ബേൺ പറയുന്നത്. അത് മാറ്റി എഴുതാനുള്ള ഒരു കഴിവും അവർക്കുണ്ട് എന്നാണ് പറയുന്നത്. ഫിലോസഫിക്കൽ അസംഷൻസ് പ്രധാനപ്പെട്ടതാണ്. ഈഗോ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, എനിക്ക് തോന്നുന്നു സ്റ്റീഫന്റെ ക്ലാസ്സിൽ നിങ്ങൾ കേട്ട് കാണും ഈഗോ സ്റ്റേറ്റ്. അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല, എങ്കിലും പുതിയതായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഫിനിഷൻ പറയാം. മനുഷ്യന്റെ മനസ്സിന് 3 വ്യത്യസ്തമായിട്ടുള്ള ശക്തിയുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളുണ്ട്. അദ്ദേഹം പറയുന്ന ഇതാണ് ഈഗോ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ കൺസിസ്റ്റന്റ് പാറ്റേൺ ഓഫ് ഫീലിംഗ് ആൻഡ് എക്സ്പീരിയൻസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു എ കറസ്പോണ്ടിങ് കൺസിസ്റ്റന്റ് പാറ്റേൺ ഓഫ് ബിഹേവിയർ എന്നാണ്. അതായത് ചില വികാരങ്ങളും അനുഭവങ്ങളും ചില പ്രത്യേക രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള 3 വ്യത്യസ്തമായിട്ടുള്ള പെരുമാറ്റ ശൈലികളെയാണ് നമ്മൾ ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിൽ പേരന്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സ്ട്രക്ചറൽ മോഡൽ. ഒരു ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു 3 വൃത്തങ്ങളായിട്ടാണ് കാണിക്കുന്നത്. സ്ലൈഡ് 16 നിങ്ങൾ പോകണം. എന്ന് കഴിഞ്ഞാൽ സ്ട്രക്ചറൽ മോഡൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ട്രക്ചറൽ മോഡൽ ഓഫ് ദ പേഴ്സണാലിറ്റി. 3 വൃത്തങ്ങൾ, ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്ന 3 വൃത്തങ്ങൾ. ഇതാണ് മനുഷ്യന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റിയെ ടിയുടെ ആംഗിളിൽ കാണുന്നത് ഇങ്ങനെയാണ്. 3 വൃത്തങ്ങൾ. ആ വൃത്തങ്ങൾ ഒന്നാമത്തേന് പാരന്റ് എന്ന് പറയുന്നു, രണ്ടാമത്തേന് അഡൽട്ട് എന്ന് പറയുന്നു, മൂന്നാമത്തേന് ചൈൽഡ് എന്ന് പറയുന്നു. എന്താണ് പാരന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? പാരന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബിഹേവിയർ, തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഫ്രം കോപ്പീഡ് ഫ്രം പാരന്റ് ഓർ പാരന്റൽ ഫിഗേഴ്സ് എന്നാ പറയുന്നത്. നമ്മുടെ വികാരങ്ങളും പെരുമാറ്റങ്ങളും വിചാരങ്ങളും, മുതിർന്നവരിൽ നിന്ന് കണ്ടും കേട്ടും പഠിച്ചു വെച്ചിരിക്കുന്ന വികാരങ്ങളും വിചാരങ്ങളും പെരുമാറ്റങ്ങളുമാണ് പാരന്റ് എന്ന് പറയുന്നത്. പാരന്റ് ഈഗോ സ്റ്റേറ്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അഡൽട്ടില് ബിഹേവിയർ, തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഇൻ റെസ്പോൺസ് ടു ദ ഹിയർ ആൻഡ് നൗ എന്ന് പറയുന്നത്. ഈ നിമിഷത്തിന് അനുസരിച്ചുള്ള, ഈ നിമിഷത്തിന് യോജിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങള്, ചിന്തകള്, വികാരങ്ങള്, ഇതിനെയാണ് നമ്മൾ അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് വിളിക്കുക. ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ബിഹേവിയർ, തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് റീപ്ലൈഡ് ഫ്രം ദ ചൈൽഡ്ഹുഡ്. കൊച്ചുനാളിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന പല ചിന്തകളും പെരുമാറ്റങ്ങളും വികാരങ്ങളും അതിനെ ഇപ്പൊ നമ്മൾ റീപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് വിളിക്കും. ഇതാണ് 3 ഈഗോ സ്റ്റേറ്റുകൾ. അപ്പൊ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഘടകങ്ങളെ പറ്റിയുള്ള ഒരു പഠനമാണ് സ്ട്രക്ചറൽ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേരന്റ് ഈഗോ സ്റ്റേറ്റിലുള്ള ഘടകങ്ങളുണ്ട്, അഡൽട്ട് ഈഗോ സ്റ്റേറ്റിലുള്ള ഘടകങ്ങളുണ്ട്, ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലുള്ള ഘടകങ്ങളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 3 ഘടകങ്ങളെ പറ്റിയാണ് നമ്മൾ അതിൻ്റെ അകത്ത് പഠിക്കുക. ഇനി ഇവിടെ തൊട്ടാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രധാനപ്പെട്ട ഭാഗം വരുന്നത്. എറിക് ബേൺ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അദ്ദേഹത്തിന്റെ തിയറിയിൽ പ്രധാനമായിട്ട് കടമെടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് സൈക്കിക് എനർജി അല്ലെങ്കിൽ മാനസിക ഊർജം എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് അദ്ദേഹം കടമെടുക്കുന്നത് ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡിൽ നിന്നാണ്. ഫ്രോയിഡിന് മുൻപ് തന്നെ സൈക്കിക് എനർജിയെ പറ്റി പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫ്രോയിഡാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ആദ്യം അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ സൈക്കോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് അദ്ദേഹത്തിന്റെ ലെക്ചറുകൾ, തെർമോഡൈനാമിക് പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ. അതേസമയത്ത് തന്നെ ഈ ഫ്രോയിഡിന്റെ സൈക്കോഡൈനാമിക് തിയറി വരുമ്പോൾ ഈ തെർമോഡൈനാമിക് പ്രിൻസിപ്പിൾസും അതേസമയത്ത് തന്നെ ജർമ്മനിയിൽ അതിനെക്കുറിച്ചുള്ള ലെക്ചറുകളും പഠനങ്ങളും നടക്കുന്ന ഒരു സമയത്താണ് ഫ്രോയിഡ് ഈ സൈക്കോഡൈനാമിക് തിയറിയുമായിട്ട് വരുന്നത്. അദ്ദേഹം സൈക്കിക് എനർജി, മനസ്സിന് ഊർജ്ജമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാനസിക ഊർജ്ജമുണ്ടെന്നാണ് പറയുന്നത്. അതായത് ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ശരീരത്തിന് ഊർജ്ജം വേണം. നമ്മൾ അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ശാരീരിക ഊർജ്ജം ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ കൊഗ്നിറ്റീവ് പ്രോസസ്സുകൾ, ചിന്തകള്, കാൽക്കുലേഷൻസ്, ഓരോ ജോലികൾ ചെയ്യുന്നത്, മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത്, ഇതിനെല്ലാം നമ്മൾ എനർജി വേണം. ഇപ്പൊ ഫ്രോയിഡിന് ശേഷം ഫ്രോയിഡിന്റെ ഈ കൺസെപ്റ്റ് എടുത്ത ഡോക്ടർ ബേൺ പറയുന്നത്
നമ്മൾ നേരത്തെ കണ്ട 3 ഈഗോ സ്റ്റേറ്റിലും എനർജി ഉണ്ട്, മാനസിക ഊർജമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മുടെ ശരീരത്തിന് ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മുറിവിൽ കൂടെ എന്ത് പറ്റും? രക്തം പോകും. നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ വേണമെങ്കിൽ ഒരു വ്രണമായിട്ട് മാറും. അത് പിന്നീട് ഈ ആളിന്റെ മരണത്തിലോട്ട് തന്നെ വേണമെങ്കിൽ കലാശിക്കാവുന്നതാണ്. അപ്പൊ ശരീരത്തിൽ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ അതിൽ കൂടെ എനർജി വെളിയിലോട്ട് പോകുന്നു. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് മനസ്സിനേൽക്കുന്ന മുറിവുകൾ. മനസ്സിനൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവ് അതിൽ കൂടെ മാനസിക ഊർജം വെളിയിലോട്ട് പോകുന്നു. അതിനെ കണ്ടെത്തി അതിനെ ശരിയായിട്ട് പരിചരിച്ച് അതിന് വേണ്ടെന്നുള്ള എന്താ പറയുന്ന ഹീലിംഗ് കൊടുത്തില്ലെങ്കിൽ ആ മനസ്സിന്റെ ഊർജം പുറത്തോട്ട് പോവുകയും പിന്നീട് അയാൾ മാനസിക രോഗിയായിട്ട് മാറുകയും അത് അയാളുടെ മരണത്തിലോട്ട് നയിക്കുകയും ചെയ്യും. അപ്പൊ ശരീരത്തിന് ഉണ്ടാകുന്ന അതേപോലെ തന്നെ മനസ്സിനും ഏൽക്കുന്നു എന്നാണ് ഇവിടുത്തെ നിഗമനം വരുന്നത്. ഇപ്പൊ ബേൺ പറയുന്നത് മനസ്സിൽ 3 വ്യത്യസ്ത തരത്തിലുള്ള ഊർജങ്ങൾ ഉണ്ടെന്നാണ് ഡോക്ടർ ബേൺ പറയുന്നത്. ഒന്നാമത്തെ ഊർജത്തിന് അദ്ദേഹം പറയുന്നത് ഈഗോ സ്റ്റേറ്റുകളുടെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഊർജ്ജം, അതിന് ഇദ്ദേഹം വിളിക്കുന്നവരെ ബൗണ്ട് എനർജി എന്നാണ്. ബൗണ്ട് എനർജി. എന്റെ പാരന്റ് ഈഗോ സ്റ്റേറ്റിൽ ഒരു എനർജി കൊണ്ട് കുടുങ്ങിക്കിടക്കണം, അതിന്റെ പേര് ബൗണ്ട് ആയിട്ട് കുടുങ്ങിക്കിടക്കുന്നു. അത് ചില ആളുകളിൽ ഈ ഊർജം ചെറിയൊരു സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ, സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്നുള്ള ഒരു ചോദന, നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ വരുന്ന ഏത് ചോദനയും നമ്മൾ സ്റ്റിമുലസ് എന്നാണ് വിളിക്കുന്നത്. ഒരു സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ ചില ആളുകളിൽ ഈ ഊർജം ചിലപ്പോൾ വളരെ പെട്ടെന്ന് പുറത്തേക്ക് ചാടും, അൺബൗണ്ട് ആകും. ചെറിയൊരു സ്റ്റിമുലസ് മതി. ചില ആളുകളിൽ എത്ര വലിയ സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാൽ പോലും ഈ എനർജി പുറത്തോട്ട് വരത്തില്ല. അപ്പൊ ആദ്യത്തെ ഊർജ്ജ രൂപത്തിനെ വിളിക്കുന്ന ബൗണ്ട് എനർജി എന്നാണ്. അപ്പൊ ഈ എനർജിയുടെ ഫ്ലോ അനുസരിച്ച് എനർജി ചിലപ്പോൾ കൂടുതലായിട്ട് ഫ്ലോ ചെയ്യും, ചിലപ്പോൾ അവർ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയറുകൾ കാണിക്കും, ചിലപ്പോൾ ഒട്ടും ഇത് കാണത്തില്ല. അപ്പൊ അവർ ലോ മൂഡിലായിരിക്കും, ലോ എനർജി ലെവലായിരിക്കും. അപ്പൊ സ്റ്റിമുലസ് ഓരോ ഈഗോ സ്റ്റേറ്റിനെയും ബാധിക്കുന്നു, ഓരോ ഈഗോ സ്റ്റേറ്റിന്റെ എനർജിയെയും ബാധിക്കുന്നു. അതിൽ ആദ്യത്തെ എനർജി നമ്മൾ പറഞ്ഞ ബൗണ്ട് എനർജി എന്നുള്ളതാണ്. രണ്ടാമത്തെ എനർജി അൺബൗണ്ട് എനർജി എന്നാ പറയുന്നത്. അൺബൗണ്ട് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എനർജി വെളിയിലോട്ട് ചാടി, അതായത് പുറത്തോട്ട് ഇറങ്ങി, പക്ഷെ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ കുഴങ്ങി നിൽക്കുന്ന ഒരു എനർജിയാണ്. അതൊരു സ്റ്റിമുലസ് കിട്ടി, അപ്പൊ കുടുങ്ങിക്കിടക്കുന്ന എനർജി അത് അൺബൗണ്ടായി റിലീസായി വെളിയിൽ വന്നു. ആ റിലീസായിട്ട് വെളിയിൽ വന്ന എനർജിക്ക് ഒരു ഡയറക്ഷൻ കൊടുത്തില്ലെങ്കിൽ അത് അതിന്റെ തോന്നിയ വഴിയേ പോകും, അല്ലെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കും. അൺബൗണ്ട് എനർജി, റെഡി ടു യൂസ് എനർജി എന്നാണ് വിളിക്കുന്നത്. മൂന്നാമത്തെ എനർജിയെ വിളിക്കുന്നത് ഫ്രീ എനർജി എന്നാണ്. ഫ്രീ എനർജിയാണ് നമ്മളൊരു ലക്ഷ്യത്തിലോട്ട് നയിച്ചുകൊണ്ടൊരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ഉദാഹരണം ഡോക്ടർ ബേൺ പറയുന്നുണ്ട്. ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്ന ഒരു കുരങ്ങന്റെ ഉദാഹരണമാണ് ഡോക്ടർ ബേൺ പറയുന്നത്. ഈ കുരങ്ങന് 3 സാധ്യതകളാണുള്ളത്. ഈ മരക്കൊമ്പിൽ ഇരിക്കുന്ന കുരങ്ങന് വേണമെങ്കിൽ ആ മരക്കൊമ്പിൽ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. അപ്പൊ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് മനസ്സിന് ചില സമയത്ത് ഉണ്ടാകുന്നത്, ഈഗോ സ്റ്റേറ്റുകൾക്ക് ചില സമയത്ത് ഉണ്ടാകുന്നത്. ആ മരക്കൊമ്പിൽ ഇരിക്കുന്ന കുരങ്ങിന് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഒരു സിദ്ധിയോർജ്ജമുണ്ട്. ആ ഊർജ്ജമാണ് ഈ ബൗണ്ട് എനർജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കുരങ്ങിന് വേണമെങ്കിൽ പിടിവിട്ട് താഴത്തോട്ട് പോകാം. പിടിവിട്ട് താഴത്തോട്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ കുരങ്ങൻ നേരെ ഫ്രീ ഫോൾ, ചിലപ്പോൾ ഗ്രാവിറ്റേഷൻ പുൾ വഴി ഫ്രീ ഫോൾ ആകും. അങ്ങനെ പുറത്തോട്ട് പോരുന്ന കുരങ്ങിന് ഉണ്ടാകുന്ന എനർജിയെ അൺബൗണ്ട് എനർജി എന്ന് പറയും. അൺബൗണ്ട് എനർജി. അപ്പൊ ബൗണ്ട് എനർജി, അൺബൗണ്ട് എനർജി. പക്ഷെ ഈ കുരങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇതിന് മസിൽസ് ഉണ്ട്, മസിലുകളുണ്ട്. ഈ മസിലുള്ള കുരങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ താഴത്തോട്ട് വരുമ്പോൾ വേണമെങ്കിൽ വേറൊരു കൊമ്പിലോട്ട് എടുത്ത് ചാടാം. അപ്പൊ ഇതിന് അദ്ദേഹം ഈ കുരങ്ങ് ഉപയോഗിക്കുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് ഫ്രീ എനർജി. ഒരു ഡയറക്ഷൻ കൊടുക്കുന്ന എനർജി, അതിനാണ് ഫ്രീ എനർജി എന്ന് പറയുന്നത്. അങ്ങനെ 3 വ്യത്യസ്ത രീതിയിലുള്ള എനർജികളെ പറ്റിയാണ് നമ്മൾ പഠിക്കുക. അപ്പൊ നമ്മൾ ഈ എനർജി എങ്ങനെയാണ് വ്യക്തിഭാവമായിട്ട് കണക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നമ്മൾ പറയും ഒരാൾ പാരന്റ് ഈഗോ സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ വേറെ ആൾ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലാണ്, വേറെ ആൾ അഡൽട്ട് ഈഗോ സ്റ്റേറ്റിലാണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ മാനസിക ഊർജം, അയാളുടെ മാനസിക ഊർജം എവിടെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്നാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു എല്ലാ ഈഗോ സ്റ്റേറ്റിലും ബൗണ്ട് എനർജി ഉണ്ട്, എല്ലാ ഈഗോ സ്റ്റേറ്റിലും അൺബൗണ്ട് എനർജി ഉണ്ട്, എല്ലാ ഈഗോ സ്റ്റേറ്റിലും ഫ്രീ എനർജി ഉണ്ട്. ഫ്രീ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോ സ്റ്റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന എനർജിയാണ്. എപ്പോ വേണമെങ്കിലും ഒരു ഈഗോ സ്റ്റേറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ചാടാൻ പറ്റും. ബൗണ്ട് എനർജി എന്ന് പറഞ്ഞാൽ ഈഗോ സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു എനർജിയാണ്, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റത്തില്ല.
അൺബൗണ്ട് എന്ന് പറഞ്ഞാൽ ഈഗോ സ്റ്റേറ്റിന്റെ വെളിയിലോട്ട് വന്നിരിക്കുന്ന എനർജിയാണ്, അതിനൊരു ഡയറക്ഷൻ കൊടുക്കണം. അപ്പൊ ഇതാണ് നമ്മൾ എനർജി കൺസെപ്റ്റുമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഫ്രീ എനർജി എവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്? ഈഗോ സ്റ്റേറ്റുകളിൽ ഫ്രീ എനർജി ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണോ അതിനെയാണ് നമ്മൾ റിയൽ സെൽഫ്, അയാളുടെ ശരിക്കും സത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ശരിക്കും മനസ്സ്, ശരിക്കും ഈഗോ സ്റ്റേറ്റ്, അയാൾ ഇന്ന് പേരന്റ് ഈഗോ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അയാളുടെ ശരിക്കും ഈഗോ സ്റ്റേറ്റ് പാരന്റിന്റെ ആണെങ്കിൽ ആ ഫ്രീ എനർജി പാരന്റ് ഈഗോ സ്റ്റേറ്റിൽ കൂടുതലായിരിക്കണം. ഈ എക്സിക്യൂട്ടീവ് സെൽഫ് എന്ന് പറയും. എക്സിക്യൂട്ടീവ് സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രീ എനർജിയും അൺബൗണ്ട് എനർജിയും ഏറ്റവും കൂടുതലുള്ള എവിടെയാണോ അതിനാണ് നമ്മൾ എക്സിക്യൂട്ടീവ് സെൽഫ് എന്ന് പറയുന്നത്. ഞാനൊരു ജോലി ചെയ്യുന്നു, എനിക്ക് ഫ്രീ എനർജി ഉണ്ട്, ഞാൻ വളരെ സ്നേഹത്തോടെ ഒരു ഇടപെടുകയാണ്. ഒരാളുടെ അടുത്ത് വളരെ സ്നേഹത്തോടെ, ഒരു കസ്റ്റമറിനെ ഞാൻ കാണാൻ പോകുന്നു, അപ്പൊ അയാളുമായിട്ടൊരു ബന്ധം എനിക്ക് സ്ഥാപിക്കണം, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അയാളുടെ സ്നേഹത്തോടെ ഇടപെടണം. അതിന്റെ ഒപ്പം തന്നെ ഇയാളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ഞാൻ ഇൻഷുറൻസ് ബിസിനസ്സിലായതുകൊണ്ട് ഇൻഷുറൻസിന്റെ ഒരു പോളിസി ക്യാൻവാസ് ചെയ്യണം, ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശവും എന്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ ഒരു അഡൽട്ടിൻ്റെതായിട്ടുള്ള, അതായത് പക്വഭാവത്തിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ ശിശുസഹജമായിട്ടുള്ള ഒരു താല്പര്യം അയാൾ ഉണർത്താനുള്ള ഒരു ശ്രമവും എനിക്ക് നടക്കുന്നുണ്ട്. അപ്പൊ എന്റെ ശിശുഭാവവും പക്വഭാവവും കൂടെയാണ് ഈ വിൽപ്പനയ്ക്കായിട്ട് പോകുന്ന സമയത്ത് വരുന്നത്. അപ്പൊ ഇതിന് നമ്മൾ വിളിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് സെൽഫ് എന്നാണ് വിളിക്കുക. എവിടെയാണ് എന്റെ അൺബൗണ്ട് എനർജിയും ഫ്രീ എനർജിയും എവിടെയാണ് ഹൈ ആയിട്ടുള്ളത്, അതാണ് എന്റെ എക്സിക്യൂട്ടീവ് സെൽഫ്. ഇപ്പൊ പ്രത്യക്ഷത്തിൽ കാണുമ്പോഴത്തേക്ക് എന്റെ ഒരു ശിശുഭാവമായിരിക്കും അയാൾ കാണുന്നത്. പക്ഷെ എന്റെ ഉള്ളില് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പക്വഭാവമുണ്ട്. ആ പക്വഭാവമാണ് ശരിക്കും ബിസിനസ് ചെയ്യുന്നത്. ആ പക്വഭാവത്തിന് അറിയാം ഞാൻ ചില ശിശുഭാവത്തിൻ്റെതായിട്ടുള്ള ചില സവിശേഷതകൾ കാണിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഇയാളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് എൻ്റെ എക്സിക്യൂട്ടീവ് സെൽഫായിട്ടുള്ള പക്വഭാവം ബിസിനസ്സിന് മുന്നോട്ട് പോവുക. അപ്പൊ ഇത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എനർജി ചേഞ്ചസ്, അതായത് ഈ ഈഗോ സ്റ്റേറ്റുകൾ തമ്മിലുള്ള എനർജി മൂവ്മെന്റുകൾ ചില ആളുകൾക്ക് വളരെ എളുപ്പമായിരിക്കും. ആരോഗ്യമുള്ള മനസ്സുള്ള ആളുകൾക്ക് ഏത് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് വേണമെങ്കിലും ഏത് ഈഗോ സ്റ്റേറ്റിലിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും എനർജി മൂവ്മെന്റ് സാധിക്കും. പക്ഷെ മാനസിക രോഗമുള്ള ആളുകൾക്ക്, മാനസിക രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ഇത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതായത് എനർജി ഫ്ലോ ഫ്രീ ആയിട്ട് നടക്കാതെ വരും. അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാതെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ അടുത്ത ഭാഗത്ത് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നത് എനർജി തിയറിയെ കുറിച്ചാണ്. ഇപ്പൊ 3 തരം എനർജിയെ പറ്റി പറഞ്ഞു, ബൗണ്ട്, അൺബൗണ്ട് ആൻഡ് ഫ്രീ എനർജി. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് അടുത്ത വിഷയത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. നമുക്ക് ഇനി പാത്തോളജി എന്ന് പറയുന്ന വിഷയത്തിലോട്ട് കിടക്കാം. പാത്തോളജി എന്താണ് രോഗാവസ്ഥ? രോഗങ്ങളെ പറ്റിയുള്ള പഠനത്തില് ഇന്ന് ആധുനിക മനഃശാസ്ത്രം, അതായത് സൈക്യാട്രി, സൈക്കോളജി, ജനറൽ സൈക്കോളജി നമ്മൾ ഫോളോ ചെയ്യുന്ന 1-2 പുസ്തകങ്ങളുണ്ട്. അതിനൊരു പുസ്തകം DSM-4 എന്ന് പറയുന്ന ഒരു പുസ്തകം, DSM-5 എന്ന് പറഞ്ഞ, DSM എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ എന്നാണ്. ICD-10 എന്ന് പറയുന്ന വേറൊരു പുസ്തകമുണ്ട്, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് എന്ന് പറയുന്ന ഒരു പുസ്തകം. അപ്പൊ ഈ പുസ്തകങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ രോഗങ്ങൾക്കും ഓരോ പേര് കൊടുക്കും. ഓരോ മാനസിക രോഗത്തിനും ഒരു പേര് കൊടുക്കും. ഇപ്പൊ ഒരു ഉദാഹരണം നമ്മൾ നേരത്തെ കണ്ട് ഹിസ്റ്റീരിയ, മാസ് ഹിസ്റ്റീരിയ, അല്ലെ ഡിപ്രഷൻ. മനോരോഗത്തിലെ ഒരു ഡിപ്രഷനാണ്, അയാൾക്ക് ഡിപ്രഷനാണ്. അല്ലെങ്കിൽ പറയാം സ്കിസോഫ്രീനിയ, അയാൾക്ക് വ്യക്തിത്വ വൈകല്യം, ദ്വന്ദ്വ വ്യക്തിത്വമാണ്. അയാള് ബൈപോളാർ ഡിസോർഡർ ഉള്ള ഒരാളാണ്. മൂഡ് ഡിസോർഡേഴ്സിൽ വരുന്ന ബൈപോളാർ ഡിസോർഡർ, ആങ്സൈറ്റി ഡിസോർഡർ, അങ്ങനെ പലതരം ലേബലുകൾ കൊടുക്കും. അപ്പോൾ ഈ ലേബലിങ്ങിന്റെ ഒരു കുഴപ്പം, ലേബലിംഗ് കൊണ്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിലൂടെ ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനറൽ സൈക്കോളജി നടത്തുന്നുണ്ട്. പക്ഷേ 1950-കളിലും 60-കളിലും ഈ ലേബലിംഗ് എന്ന് പറയുന്നത് വളരെ പ്രചാരം കൂടുതലുള്ള ഒരു സമയമാണ്. ലേബലിംഗ് തുടങ്ങിയൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ബേണിന്റെ കാലഘട്ടത്തില് ഈ ലേബൽ ചെയ്യപ്പെടുന്ന ഒരു പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഒരു 10-25 വയസ്സുള്ള ഒരു കുട്ടി, അല്ലെ 25-30 വയസ്സുള്ള ഒരാളായിരിക്കും അവിടെ ചെല്ലുന്നത്. അയാള് സ്കീസോഫ്രെനിക് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അയാളോട് ഡോക്ടർ പറഞ്ഞ് സ്കീസോഫ്രീനിയ ഉള്ള രോഗിയാണ്, നീ സ്കീസോഫ്രെനിക് ആണെന്ന് പറഞ്ഞു. ഇനി അയാളുടെ ശിഷ്ടജീവിതകാലം മുഴുവൻ, അയാളൊരു 100 വയസ്സായാലും അല്ലെ 80 വയസ്സായി കഴിഞ്ഞാലും അയാളുടെ മനസ്സിലുണ്ടാകുന്ന എനിക്ക് സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടെന്നുള്ളൊരു ചിന്തയിലായിരിക്കും അയാൾ നടക്കുക. വൺസ് ലേബിൾഡ്, ഇറ്റ് ഈസ് ലേബിൾഡ് ഫോർ എവർ ടിൽ ഡെത്ത് എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രാക്ടീസ്. അതുകൊണ്ട് തന്നെ ഈ മനോരോഗ ചികിത്സയ്ക്കായിട്ട് ആളുകൾ ആരും മുന്നോട്ട് വരാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു.
മറ്റുള്ളവർ അറിയുന്നത് അല്ലെങ്കിൽ കഴിയാവുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒതുക്കി വെക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. ഡോക്ടർ ബേൺ ഇത് കണ്ടിട്ട് വലിയധികം വിഷമം ഉണ്ടായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അന്നത്തെ ഈ മനോരോഗ ചികിത്സകർ അവർ കണ്ടിരുന്നത് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അത് അവർക്കൊരു വൺസ് എ പേഷ്യന്റ് ഈസ് ഓൾവേസ് എ പേഷ്യന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അതായത് രോഗി വന്നു കഴിഞ്ഞാൽ ഈ ഡോക്ടർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം ലഭിക്കുന്നുള്ള ഒരു സ്രോതസ്സായിട്ടാണ് കണക്കാക്കിക്കൊണ്ടിരുന്നത്. പലപ്പോഴും പല രീതിയിലും ഈ രോഗികളെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഉപദ്രവിക്കുന്ന ഒരുപാട് പ്രാക്ടീസസും അന്നത്തെ കാലത്തുണ്ട്. ചൂഷണം ചെയ്യുന്ന ഒരുപാട് പ്രാക്ടീസസും അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർ ബേൺ ഇതിനെതിരെയായിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള മൂവ്മെന്റ് ആണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഒന്നാമത്തെ ഡു നോട്ട് ലേബൽ എ പേഴ്സൺ അദ്ദേഹം പറയുന്നുണ്ട് പുസ്തകത്തിൽ. അദ്ദേഹം പറയുന്നത് ഡു നോട്ട് ലേബൽ എ പേഴ്സൺ, ഒരിക്കലും നിങ്ങളെ ഒരു പേഴ്സണെ ഒരു പേഷ്യന്റിനെ നിങ്ങൾ ലേബൽ ചെയ്യരുത്. പീപ്പിൾ ആർ ഓക്കെ അദ്ദേഹത്തിന്റെ വേറൊരു കൺസെപ്റ്റ് ആണ്, ഫിലോസഫിക്കൽ അസംപ്ഷൻ. അദ്ദേഹം പറയാം പീപ്പിൾ ആർ ഓക്കെ, എല്ലാവരും തുല്യരാണ്, എല്ലാവരും സമന്മാരാണ്, എല്ലാവർക്കും കഴിവുകളുണ്ടെന്ന് അദ്ദേഹം പറയും, എല്ലാവർക്കും ചിന്തിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് പറയും. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്, ഇഫ് പോസിബിൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ക്യൂർ ദ പേഴ്സൺ ഇൻ ദ ഫസ്റ്റ് സിറ്റിംഗ് ഇറ്റ് സെൽഫ്. അതായത് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അയാളില് നിങ്ങളൊരു ക്യൂർ, അയാളുടെ രോഗം ഭേദമാക്കി അയാൾ ഓക്കെ ആണെന്നുള്ള ഒരു ചിന്ത അയാളുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് പറയുന്നത്. ആൻഡ് ട്രീറ്റ് ദ പേഴ്സൺ ലേറ്റർ എന്ന് അദ്ദേഹം പറയും. ഇഫ് പോസിബിൾ ക്യൂർ ദ പേഴ്സൺ ഇൻ ദ ഫസ്റ്റ് സിറ്റിംഗ് ആൻഡ് ട്രീറ്റ് ഹിം ലേറ്റർ എന്ന് അദ്ദേഹം പറയും. അപ്പൊ ഇതൊക്കെ വിപ്ലവകരമായിട്ടുള്ള ആശയഗതികളായിരുന്നു. ഇന്നിപ്പോ പോസിറ്റീവ് കമ്മ്യൂണിറ്റി നമ്മൾ പറഞ്ഞു 2010 ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇന്ന് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഇത് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് സമൂഹത്തിലോട്ട് എത്തിക്കണം എന്നുള്ള ഒരു ചിന്തയുടെ ഇതുപോലെ 1950കളിലും 60കളിലും ചിന്തിച്ച ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ബേൺ. അപ്പൊ അദ്ദേഹം ഇതിനോട് ശക്തമായിട്ട് പോരാടി. അതിന്റെ ഫലമായിട്ടാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് ഉദയം ചെയ്യുന്നത് തന്നെ. ഇപ്പൊ മനോരോഗ ചികിത്സയ്ക്ക് അദ്ദേഹം ഒരിക്കലും ലേബലുകൾ കൊടുത്തില്ല. അതിന് അദ്ദേഹം പറയുന്ന 1-2 ടെക്നിക്കലായിട്ടുള്ള ടേംസ് ആണ്. അദ്ദേഹം പറയുന്നത് രോഗാവസ്ഥയെ 2ആയിട്ടാണ് തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സ്ട്രക്ചറൽ പാതോളജി ആൻഡ് ഫങ്ഷണൽ പാതോളജി എന്ന് പറയുന്നത്. അതായത് ഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈഗോസ്റ്റേറ്റിന്റെ ഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈഗോസ്റ്റിന്റെ പ്രവർത്തനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ 2 തരം പ്രശ്നങ്ങൾ മാത്രമാണ് അദ്ദേഹം പറയുക. അപ്പൊ ഇത് മനസ്സിലാക്കിയാൽ തന്നെ ശരിയായിട്ട് ഒരു രോഗിയെ നമുക്ക് അസസ് ചെയ്യാനും അയാളുടെ പ്രശ്നങ്ങളെ നമുക്ക് ശരിക്കും അയാളുടെ അവബോധം സൃഷ്ടിക്കാനും അത് മറികടക്കാനും സാധിക്കും എന്നുള്ളത്. പിന്നെ ബേണിന്റെ ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ ഒരിക്കലും 1-to-1 ആയിരുന്നില്ല. ചിലപ്പോൾ ചില കേസുകൾക്ക് മാത്രമാണ് 1-to-1 അദ്ദേഹം എടുക്കുക, ചില പേഴ്സണൽ സെഷൻസ് ഒക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ. ഗ്രൂപ്പ് സെഷൻസ് ആയിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഗ്രൂപ്പ് സെഷൻസ് 12, 15 അല്ലെങ്കിൽ 20 പേരുള്ള ചെറിയ ഗ്രൂപ്പുകളിലാണ് അദ്ദേഹം ഇത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായത് ഒരു പ്രാവശ്യം ഈ തിയറി കേട്ട് കഴിഞ്ഞാൽ അത് നമ്മളൊരു കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെയാണ്. അത് നമ്മുടെ ബ്രെയിനിലോട്ട് ഈ വിവരങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിലോട്ട് കയറുകയും അത് ഒരു പ്രോഗ്രാമായിട്ട് മാറുകയും പിന്നെ അതിനനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ വിശകലനം ചെയ്യാനും വിലയിരുത്താനായിട്ട് കഴിയുകയും ചെയ്യുന്ന എന്നുള്ളൊരു അവസ്ഥയിലോട്ട് ആണ് ബേണിന്റെ ഈ തിയറി സെഷൻസും തെറാപ്പി സെഷൻസും ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. അതിൽ ആദ്യത്തെ ഭാഗമാണ് സ്ട്രക്ചറൽ പാതോളജി. സ്ട്രക്ചറൽ പാതോളജി എനിക്കൊന്ന് 35ാമത്തെ സ്ലൈഡാണ്. അതില് അദ്ദേഹം 3 കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഒന്ന് പറയുന്ന കണ്ടാമിനേഷൻ, രണ്ടാമത്തെ പറയുന്ന എക്സ്ക്ലൂഷൻ, മൂന്നാമത് പറയുന്ന കോൺസ്റ്റന്റ് ഈഗോ സ്റ്റേറ്റ്. ബേണിന്റെ ലാംഗ്വേജിൽ എക്സ്ക്ലൂഷനും കണ്ടാമിനേഷനും മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. കോൺസ്റ്റന്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്ന പിന്നീടുള്ള ഡെവലപ്മെന്റൽ ടിഎക്കാരാണ് കോൺസ്റ്റന്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്താണ് കണ്ടാമിനേഷൻ എന്ന് നോക്കാമോ? കണ്ടാമിനേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ മലിനീകരണം എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ അകത്ത് നമ്മൾ നല്ല ശുദ്ധജലം എടുക്കുന്നു, അതിൻ്റെ അകത്ത് കുറച്ച് ചെളി ഇടുന്നു. ചെളി ഇട്ടതിന് ശേഷം നമ്മളൊന്ന് കലക്കി കഴിഞ്ഞാൽ ആ ജലം മുഴുവൻ എന്താവും? മലിനമാകുകയും അതിന്റെ ക്ലാരിറ്റി, അതിന്റെ വിഷൻ നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ കൂടെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറം കാണാൻ പറ്റാത്തൊരവസ്ഥ വരും. ഏതാണ്ട് ഇതേപോലത്തെ ഒരു അവസ്ഥയാണ് മനസ്സിനും ഉണ്ടാകുന്നത്. അതേസമയത്ത് ഈ ജലത്തിനെ അല്ലെ ഈ കുപ്പിയെ കുറെ നേരം നമ്മൾ സെറ്റിൽ ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ, അത് അവിടെ ഇരുന്ന് കുറെ നേരം അവിടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ ചെളിയെല്ലാം അടിയിൽ അങ്ങ് അടിഞ്ഞുകൂടും. ശുദ്ധമായ ജലത്തിന് നമുക്ക് മുകളിൽ കാണാനായിട്ട് സാധിക്കും. കണ്ടാമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
സ്റ്റേറ്റിലോട്ട് കടന്നു കയറുന്നു. ഇതിനാണ് നമ്മൾ കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം ഇൻട്രൂഷൻ, അതായത് പേരന്റ് ഈഗോ സ്റ്റേറ്റിലോ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലോ ഉള്ള ചില കണ്ടന്റുകള് നമ്മുടെ പക്വഭാവത്തിലോട്ട് അഡൽട്ടിലോട്ട് കടന്നു കയറുന്നതിനാണ് നമ്മൾ കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പൊ ഒന്നാമത്തെ കണ്ടാമിനേഷൻ നമുക്ക് നോക്കാം. ഇതിന് വിളിക്കുന്ന പേര് പേരന്റ് കണ്ടാമിനേഷൻ എന്നാണ്. പേരന്റ് കണ്ടാമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ചില വിവരങ്ങള്, തെറ്റായിട്ടുള്ള വിശ്വാസങ്ങള്, മുൻവിധികള്, സ്ലോഗൻസ്, ചില മുദ്രാവാക്യങ്ങള് പേരൻസിൽ നിന്നോ അല്ലെ സൊസൈറ്റിയിൽ നിന്നോ കയറുന്നത് അത് അഡൽട്ടിലോട്ട് കടന്നു കയറുന്നു. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഈ ലോക്ക്ഡൌൺ പീരീഡിൽ അല്ലെങ്കിൽ ഈ കൊറോണ വ്യാപന ഘട്ടത്തിൽ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണുന്ന ഇങ്ങനെയാണ്. ചില സാഹചര്യത്തില് നമ്മൾ രാഷ്ട്രീയം പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, രാഷ്ട്രീയമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയും ഒരു വിഭാഗത്തിന്, ഒരു സമൂഹം കൊണ്ടാണ്. ഇപ്പൊ ഉദാഹരണം നമ്മൾക്ക് ഡൽഹിയില് മീറ്റിംഗ് കൂടിയ ഒരു സഹോദരങ്ങള്, അവര് കാരണമാണ് കൊറോണ വ്യാപിച്ചത് എന്നുള്ള ഒരു ചിന്ത. അപ്പൊ ഒരു വിഭാഗം കാരണമാണ്. അപ്പൊ അതായത് തെറ്റായിട്ടുള്ള ഒരു വിചാരം. അപ്പൊ ചിലവര് വിചാരിക്കുന്ന ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും മാത്രമേ ഈ രോഗം മാറും, അല്ലെ അങ്ങനെ പ്രാർത്ഥന കൊണ്ട് മാറാൻ പറ്റും, അല്ലെങ്കിൽ ഞാനിപ്പോ എവിടെയെങ്കിലും ഒരു പള്ളിയിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ പോയിട്ടുള്ള ഒരു പൂജയോ എന്തെങ്കിലുമൊക്കെ നടത്തി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് എനിക്ക് കൊറോണ മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് കാണിക്കുന്നത് നമ്മുടെ പിതൃഭാവത്തിന്റെ അതിപ്രസരമാണ്. പിതൃഭാവത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഓവർ ആകുമ്പോഴത്തേക്ക് അത് നമ്മുടെ റിയാലിറ്റി സെൻസിനെ, യാഥാർത്ഥ്യ ബോധത്തിനെ അതിക്രമിച്ചു. അതായത് അത് യാഥാർത്ഥ്യ ബോധത്തിന് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ വരും. ഇപ്പൊ പിതൃഭാവത്തിന്റെ പല കാര്യങ്ങളും പക്വഭാവത്തിൻ്റെതാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്ന രീതിയാണ് നമ്മൾ പേരന്റ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. എല്ലാവിധ മുൻവിധികളും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു. തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ എല്ലാം ഉണ്ടാകുന്നു. അപ്പൊ ഇതിനുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ ഇതാണ്. ചിലർ പറയും അറിവ് നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അറിവ് വേണം, അറിവ് നേടിക്കഴിഞ്ഞാൽ എല്ലാം നേടി. പക്ഷെ അറിവ് നേടിയത് കൊണ്ട് മാത്രം കാര്യമായില്ല, ഈ നേടുന്ന അറിവ് എങ്ങനെ പ്രയോഗത്തിലാക്കാം എന്നുള്ള കാര്യവും പ്രധാനപ്പെട്ടതാണ്. വേറൊരു വിചാരം ഇതാണ്, പാരന്റ് കണ്ടാമിനേഷന്റെ വേറൊരു ഉദാഹരണം ഇതാണ്. കോമ്പറ്റീഷൻ ലീഡ്സ് ടു സക്സസ്. മത്സരം വിജയത്തിലോട്ട് നയിക്കുന്നു. മത്സരമില്ലെങ്കിൽ വിജയമില്ല. പക്ഷെ ആധുനിക രീതികളിൽ പറയുന്നത് കോമ്പറ്റീഷനേക്കാൾ കൂടുതൽ കോപ്പറേഷനാണ് നമ്മളെ വിജയത്തിലോട്ട് നയിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ കോമ്പറ്റീഷൻ, മത്സരത്തിൽ കൂടെ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ എന്ന് പറയുന്നത് ഒരു പാരന്റ് കണ്ടാമിനേഷൻ ആണ്. മണി ഈസ് ദ ഓൺലി പവർ, വേറൊരു കണ്ടാമിനേഷൻ ആണ്. പണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പണത്തിന്റെ മുകളിൽ പരുന്തും പറക്കില്ല എന്നൊക്കെ പറയുന്ന നമ്മുടെ ചില ആപ്തവാക്യങ്ങൾ. പിന്നെ വേറൊരു കാര്യമാണ്, ഓൾ യൂറോപ്യൻസ് ആർ മോർ ഇന്റലിജന്റ് ദാൻ ഏഷ്യൻസ്. ഏഷ്യൻസിനേക്കാളും കൂടുതൽ ബുദ്ധിയുള്ളവരാണ് യൂറോപ്യൻസ്. ഇതും പാരന്റ് കണ്ടാമിനേഷന്റെ ഭാഗമാണ്. വേൾഡ് ഈസ് എ ബാഡ് പ്ലേസ്. ലോകം എന്ന് പറയുന്നത് വളരെ മോശം സ്ഥലമാണ്. ഇങ്ങനെയുള്ള കണ്ടാമിനേഷൻസ് പാരന്റ് കണ്ടാമിനേഷൻ. രണ്ടാമത്തെ കണ്ടാമിനേഷൻ നമ്മൾ വിളിക്കുന്ന ഒരു ചൈൽഡ് കണ്ടാമിനേഷൻ എന്നാണ്. ശിശുഭാവത്തിന്റെ പല വിവരങ്ങൾ പക്വഭാവത്തിലോട്ട് കടന്നു കയറുന്നു. ഇതിനെ ഡെല്യൂഷൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്ന മിഥ്യാബോധങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. ഐ ആം നോട്ട് ബ്യൂട്ടിഫുൾ, ഞാൻ സുന്ദരനല്ല, സുന്ദരിയല്ല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. എനിക്ക് സ്പെല്ലിംഗ് അറിഞ്ഞുകൂടാ, കണക്കിൽ ഞാൻ പുറകോട്ടാണ്, ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ല, ഐ ആം ഇൻഫീരിയർ, ഞാൻ വളരെ ചെറുതാണ്, ഞാൻ കൊള്ളരുതാത്തവളാണ്. ഇങ്ങനെയുള്ള പല ചിന്താഗതികൾ, മിഥ്യാബോധങ്ങൾ. ഇപ്പൊ രാത്രിയൊക്കെ നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്തെങ്കിലും അവിടെ നാടുകയാണെങ്കിൽ പെട്ടെന്നുള്ള ഭയം ഉണ്ടാകണം. അവിടെ യക്ഷിയോ പ്രേതമോ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ കയർ കിടന്നു കഴിഞ്ഞാൽ പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുക. ഇതൊക്കെ മിഥ്യാബോധങ്ങളാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിശുഭാവം പക്വഭാവത്തിലോട്ട് കടന്നു കയറുന്നതാണ്. അപ്പൊ ആദ്യത്തെ ഭാഗത്തിൽ അദ്ദേഹം പറയുന്ന 2 കണ്ടാമിനേഷൻസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. മൂന്നാമത്തെ ഒരു കണ്ടാമിനേഷൻ കൂടെ ഉണ്ട്. അദ്ദേഹം പറയുന്നത് എല്ലാ കണ്ടാമിനേഷൻസും ഡബിൾ കണ്ടാമിനേഷൻ ആണ്. നിങ്ങൾക്ക് പേരന്റ് കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചൈൽഡ് കണ്ടാമിനേഷൻ ഉണ്ടാവും. പേരന്റ് ഈഗോ സ്റ്റേറ്റ് അഡൽട്ട് ഈഗോ സ്റ്റേറ്റിന്റെ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചൈൽഡ് ഈഗോ സ്റ്റേറ്റും അഡൽട്ട് ഈഗോ സ്റ്റേറ്റിനും ഓവർലാപ്പ് ചെയ്യും. ഇപ്പൊ എല്ലാ കണ്ടാമിനേഷനും എക്സിസ്റ്റ് ചെയ്യുന്നത് ഡബിൾ കണ്ടാമിനേഷൻ ആയിട്ടാണെന്നാണ് എറിക് ബേൺ പറയുന്നത്. ഡബിൾ കണ്ടാമിനേഷന്റെ ഉദാഹരണം ഇതാണ്. ആളുകളെ വിശ്വസിക്കാൻ കൊള്ളില്ല, പീപ്പിൾ ക്യാൻ ബി ട്രസ്റ്റഡ് എന്ന് പറയുന്നത് പാരന്റ് കണ്ടാമിനേഷൻ ആണ്. ചൈൽഡ് കണ്ടാമിനേഷൻ ഇതാണ്, ഐ ക്യാൻ നെവർ ട്രസ്റ്റ് എനിബഡി, എനിക്ക് ഒരിക്കലും ആരെയും വിശ്വസിക്കാൻ പാടില്ല. പാരന്റ് കണ്ടാമിനേഷൻ വേറെ ഉദാഹരണം ഇതാണ്, ചിൽഡ്രൻ ഷുഡ് ബി സീൻ ആൻഡ് നോട്ട് ഹേർഡ് പെയർഡ് വിത്ത് ടു ഗെറ്റ് ബൈ ഇൻ ദ വേൾഡ് ഐ ഹാവ് ടു കീപ് ക്വയറ്റ്. കുട്ടികൾ വീട്ടിൽ കിടന്നൊന്നും ബഹളമൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് മുതിർന്നവർ പറയുന്നത്.
അപ്പൊ കുട്ടികളുടെ ചിന്ത ഇതാണ്, ഈ വീട്ടിൽ ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എന്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഞാൻ വളരെ സൈലന്റ് ആയിട്ട് മിണ്ടാതിരുന്നോളാം. ഇതും ഒരു ഡബിൾ കണ്ടാമിനേഷന്റെ ലക്ഷണമാണ്. ഇനി കണ്ടാമിനേഷൻ കഴിഞ്ഞാല് നമുക്ക് അടുത്ത ഭാഗം ഇതാണ് ഡെല്യൂഷൻ, എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് എക്സ്ക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈഗോ സ്റ്റേറ്റില് ഞാൻ നേരത്തെ പറഞ്ഞു 3 ഈഗോ സ്റ്റേറ്റ് ഉണ്ടാവും. ഈ മൂന്ന് ഈഗോ സ്റ്റേറ്റിൽ തന്നെ ചില സമയത്ത് ഒന്നോ അതിലധികമോ ഈഗോ സ്റ്റേറ്റുകൾ പ്രവർത്തിക്കാതിരിക്കുന്ന, ചിലപ്പോൾ ഒരു ഈഗോ സ്റ്റേറ്റ് മാത്രം പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ആ ഈഗോ സ്റ്റേറ്റ് ഒട്ടും പ്രവർത്തിക്കാതിരിക്കുക. ഇതിനെയാണ് നമ്മൾ എക്സ്ക്ലൂഷൻസ് എന്ന് പറയുന്നത്. ഒരു ഈഗോ സ്റ്റേറ്റ് മാത്രം പ്രവർത്തിക്കുന്നതിനെയാണ് വിളിക്കുന്നത് കോൺസ്റ്റന്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ ഈഗോ സ്റ്റേറ്റ് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് മറ്റു 2 ഈഗോ സ്റ്റേറ്റുകൾ പ്രവർത്തിപ്പിക്കാതിരിക്കും. അതിന് നമുക്ക് എക്സ്ക്ലൂഷൻസ് എന്ന് വിളിക്കാം. എന്താണ് നമുക്ക് എക്സ്ക്ലൂഷൻ എന്ന് നോക്കാം. ഇവിടെ നമ്മൾ കാണുന്നത് എക്സ്ക്ലൂഡഡ് പേരന്റ് ആണ്. ദ പേരന്റ് ഈഗോ സ്റ്റേറ്റ് ഈസ് നോട്ട് ബീയിങ് ഓപ്പറേറ്റഡ് ബൈ ദ ഇൻഡിവിജ്വൽ. പേരന്റ് ഇല്ലാത്തൊരവസ്ഥ. നമ്മൾ പേരന്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കണ്ടു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് കേട്ടു. പേരന്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല്യങ്ങളാണ്. നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ്, ബിഹേവിയർ, മൂല്യങ്ങളുണ്ട് അല്ലേ, നമ്മുടെ മുൻവിധികളുണ്ട്, വാല്യൂസ് ഉണ്ട്, നമ്മുടെ ഭാഷാ വേഷം, ഇതെല്ലാം ഉണ്ട്. ഈ ഒരു ഏരിയ സ്വിച്ച് ഓഫ് ആയി പോവുക. മൂല്യബോധം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മൂല്യങ്ങൾ ഇല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് നമ്മൾ പേപ്പറുകളിൽ കൂടെ പല കൊലപാതകങ്ങളെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. മൂല്യങ്ങളില്ലാത്തതിന്റെ കുഴപ്പമാണ്. പേരന്റിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ ഇല്ലാതെ, പേരന്റ് ശരിക്കും ഓപ്പറേറ്റീവ് അല്ല. അവരുടെ അപ്പോഴത്തെ കാര്യങ്ങൾ സാധിക്കുക. പാലക്കാട് നടന്നൊരു കൊലപാതകം പ്രധാനമായിട്ട് പേരന്റ് ഡിസ്ഫങ്ഷനൽ ആണ്, അവിടെ മൂല്യങ്ങളുടെ പ്രവർത്തനമില്ലായ്മ. അപ്പോ ചില ആളുകളുടെ പേരന്റ് ഒട്ടും ഓപ്പറേറ്റീവ് അല്ലാതെ വരുന്നുണ്ട്. അപ്പൊ ഇവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അപ്പോഴത്തെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അവർ ഏത് മാർഗങ്ങളും സ്വീകരിക്കും. നല്ല മാഫിയ ബോസസ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ചില പൊളിറ്റീഷ്യൻസ്, ഇവരിൽ എല്ലാത്തിലും നമുക്ക് ഈ മൂല്യബോധത്തിന്റെ കുറവ് കാണാൻ സാധിക്കും. സൂപ്പർ സെയിൽസ്മാൻമാർ, ഇവരിൽ എല്ലാത്തിലും ഈ മൂല്യബോധം ഇല്ലായ്മ കാണാനായിട്ട് സാധിക്കും. നമ്മൾ വിളിക്കുന്നവരെ എക്സ്ക്ലൂഡഡ് പാരന്റ് എന്നാണ്. രണ്ടാമത്തത് എക്സ്ക്ലൂഡഡ് അഡൽട്ട്, പക്വഭാവത്തിന്റെ ഒട്ടും പ്രവർത്തനമില്ലായ്മ. പക്വഭാവം ശരിയായിട്ട് പ്രവർത്തിക്കാത്ത അവസ്ഥ. എന്താ സംഭവിക്കുന്നത്? യാഥാർത്ഥ്യബോധം ഇല്ലായ്മ വരും. എന്താ സംഭവിക്കുന്നത് എന്നുള്ള ചുറ്റുപാട് എന്താണ്? അതായത് ഗ്രോൺ അപ്പ് ഓവർ റിയാലിറ്റി ടെസ്റ്റിംഗ് ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണത്. ആക്ഷൻസ്, ഫീലിങ്സ്, തോട്ട്സ് ഇതെല്ലാം തമ്മിലൊരു കോൺസ്റ്റന്റ് സ്ട്രഗിൾ ആണ്. അഡൽട്ട് ഇല്ല. അതുകൊണ്ട് പേരന്റും ചൈൽഡും മാത്രമായിരിക്കും അവിടെ ഓപ്പറേറ്റീവ് ആകുന്നത്. ഇവരെ നമ്മൾ വിളിക്കുന്നവരെ സൈക്കോട്ടിക്സ് എന്നാണ്. മനോരോഗത്തിന്റെ കുറച്ചുകൂടെ കടന്ന അവസ്ഥയാണ്. ന്യൂറോസിസും സൈക്കോസിസും എന്ന് പറയുന്നത്, സൈക്കോസിസ് കുറച്ചുകൂടെ തീവ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ സൈക്കോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അഡൽട്ട് ഓപ്പറേറ്റീവ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഒരു വളരെ കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള ഒരു മെന്റൽ സ്റ്റേജിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ടെക്നിക്സ്, ക്വസ്റ്റ്യനേഴ്സ് ഒക്കെ TA-യിലുണ്ട്. അവരുടെ അഡൽട്ട് ഓപ്പറേറ്റീവ് ആണോ ഇന്നോപ്പറേറ്റീവ് ആണോ എന്നൊക്കെയുള്ള മനസ്സിലാക്കാനുള്ള ഒരുപാട് ടൂൾസും ടെക്നിക്സും ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ നമ്മുടെ അഡ്വാൻസ് ട്രെയിനിങ്ങിലാണ് ഇതെല്ലാം പറ്റി വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, പഠിപ്പിക്കുന്നത്. ഈ കേവലം 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ടുള്ള സെഷൻസിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. എക്സ്ക്ലൂഡഡ് ചൈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ സ്റ്റേറ്റ്, ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ഒട്ടും ഓപ്പറേറ്റീവ് അല്ലാത്തൊരവസ്ഥയാണ് എക്സ്ക്ലൂഡഡ് ചൈൽഡ്. അതായത് അവരുടെ ലൈഫ് അവർക്ക് ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒരു താല്പര്യമില്ലാതെ വളരെ എന്താ പറയുന്ന ജീവച്ഛവം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരവസ്ഥ. ഇതിനെയാണ് നമ്മൾ എക്സ്ക്ലൂഡഡ് ചൈൽഡ് എന്ന് പറയുന്നത്. ശിശുഭാവം ഒട്ടും ഓപ്പറേറ്റീവ് അല്ലാത്തൊരവസ്ഥയാണ് ഇത്. ഇനി എക്സ്ക്ലൂഷന്റെ രണ്ടാമത്തെ ടൈപ്പിൽ നമ്മൾ പറഞ്ഞ പേരാണ് കോൺസ്റ്റന്റ് പേരന്റ്. കോൺസ്റ്റന്റ് പേരന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ഈഗോ സ്റ്റേറ്റിൽ കോൺസ്റ്റന്റ് പേരന്റ് എന്ന് പറഞ്ഞാൽ പേരന്റ് ഈഗോ സ്റ്റേറ്റിൽ മാത്രമായിരിക്കും, മറ്റു 2 ഈഗോ സ്റ്റേറ്റിലും ഒട്ടും മാനസിക ഊർജ്ജം പോകാതിരിക്കുക. അപ്പോൾ സ്ട്രോങ് പേരന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പഴയ കാലത്തുള്ള സ്കൂൾ ഹെഡ് മാസ്റ്റർമാരൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. അത് അവരെ കാണുമ്പോൾ തന്നെ കുട്ടികളെല്ലാം ഭയന്ന് വിളിച്ച്, അല്ല അധ്യാപകരൊക്കെ ആണെങ്കിൽ ഭയന്ന് പേടിച്ചു നിൽക്കുന്ന ഒരവസ്ഥ. ഭയങ്കര സ്ട്രോങ് പാരന്റിൽ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലുള്ള പല വ്യക്തിത്വങ്ങളെയും നമുക്ക് പല മേഖലകളിലും കാണാൻ പറ്റും. അതായത് ഇത് പാതോളജിയാണ്, മാനസിക രോഗാവസ്ഥയാണ് സ്ട്രോങ് പാരന്റ് ഈഗോ സ്റ്റേറ്റ്. അടുത്തത് കോൺസ്റ്റന്റ് അഡൽട്ട്. കോൺസ്റ്റന്റ് അഡൽട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇപ്പൊ അതിൽ ഉദാഹരണം പറഞ്ഞ വർക്കഹോളിക്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. 24 മണിക്കൂറിൽ 18 മണിക്കൂർ അല്ലെ 19, 20 മണിക്കൂർ, 22 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ചില കമ്പ്യൂട്ടർ പ്രോഗ്രാമറുകൾ, ചില ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ബാങ്ക് ഓഫ് സ്റ്റാഫുകൾ,
ഇങ്ങനെയുള്ളവരുകളൊക്കെ ഈ കണക്കുകളുമായിട്ട് കളിക്കുന്ന ആളുകളാണ്. അവർക്ക് അഡൽട്ടിൽ തന്നെ നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അവർ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ചൈൽഡും പാരന്റും ഒന്നും ഓപ്പറേറ്റീവ് ആയിരിക്കത്തില്ല. അപ്പൊ വീട്ടിലും അഡൽട്ട് ആയിരിക്കും പലപ്പോഴും. അപ്പൊ ഇതും ഒരു പാതോളജിയാണ്. അത് വ്യക്തിബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ്. മൂന്നാമത്തേന് നമ്മൾ കോൺസ്റ്റന്റ് ചൈൽഡ് എന്ന് വിളിക്കാം. കോൺസ്റ്റന്റ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എല്ലാത്തിനും ഒരു കുട്ടിക്കളി, ഏത് സമയത്തും കൊച്ചു കുഞ്ഞുങ്ങളുടെ രീതിയിലുള്ള ഒരു ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോട്ടൽ ഒരു വട്ടന്മാരെ പോലുള്ള ഒരു പെരുമാറ്റം. ഇതാണ് കോൺസ്റ്റന്റ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും നമുക്ക് ഈ കോൺസ്റ്റന്റ് ചൈൽഡ് ആണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് നടക്കത്തില്ല, മൂല്യങ്ങളില്ല. അവരവരുടെ അപ്പോഴുള്ള കാര്യങ്ങൾ അപ്പോഴപ്പോൾ സാധിച്ചു പോകുന്ന രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ സ്ട്രക്ചറൽ പാതോളജി നമ്മൾ പഠിക്കുക. കോൺസ്റ്റന്റ് നമ്മൾ പറഞ്ഞ എക്സ്ക്ലൂഷൻസും നമ്മൾ പറഞ്ഞ കണ്ടാമിനേഷൻ എന്നുള്ളത്. അപ്പൊ ഇതിനൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എറിക് ബേൺന്റെ ഒരു പുസ്തകമുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രൂപ്പ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ TA ഇൻ സൈക്കോതെറാപ്പി എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതിൻ്റെ അകത്തും ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്ന് ട്രാൻസാക്ഷണൽ അനാലിസിസ് 1950 60 സ്റ്റാർട്ട് ചെയ്ത TA ഇന്ന് ഒരുപാട് ഏരിയകളിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് മേഖലകളിൽ ഇതിന് ഒരുപാട് ഡെവലപ്മെന്റ്സ് നടന്നു കഴിഞ്ഞു. ഇന്റർനാഷണലി ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ആധുനികപരമായിട്ടുള്ള ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ ബേസിക് ലെവലിലുള്ള ട്രെയിനിങ്ങുകളിലും നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ICTA എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. ICTA എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും, അഡ്രസ്സ് കിട്ടും. ICTA ആയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. കൂടുതലായിട്ട് നമ്മൾ കോഴ്സുകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നമ്മൾ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ട് മലബാർ മേഖലയിൽ നിന്ന്. അപ്പൊ അവിടെ തന്നെ ഒരു ഗ്രൂപ്പ് സെന്റർ പോലെ ഫോം ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. കണ്ണൂരോ കാസർഗോഡോ കോഴിക്കോടോ ഒക്കെ ആയിട്ട് നമ്മൾ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെന്ത് സപ്പോർട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ICTA സമീപിക്കാം. സുധാസേട്ടനുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇനി പാതോളജിയുടെ തന്നെ അടുത്തൊരു ഭാഗം കൂടെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഫങ്ഷണൽ പാതോളജി. ഈഗോ സ്റ്റേറ്റുകളുടെ ഘടനയെ പറ്റിയുള്ള ഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഘടന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ, അതിന്റെ പ്രവർത്തനം ഘടകങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഫങ്ഷണൽ പാതോളജി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രവർത്തനത്തിലുണ്ടാകുന്ന വൈകല്യങ്ങളാണ്. അതായത് ഈഗോ സ്റ്റേറ്റുകൾ പ്രവർത്തിപ്പിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഒന്നാമത്തെ പറയുന്ന ലബിലിറ്റി ഓഫ് ദ കാറ്റക്സിസ് എന്നാണ്. കാറ്റക്സിസ് എന്ന് പറഞ്ഞാൽ സൈക്കിക് എനർജി, നമ്മൾ നേരത്തെ പറഞ്ഞ മാനസിക ഊർജ്ജമാണ്. ഈ ഊർജ്ജം, മാനസിക ഊർജ്ജം ഒരു ഈഗോ സ്റ്റേറ്റിൽ നിന്ന് മറ്റേ ഈഗോ സ്റ്റേറ്റിലോട്ട് ചിലപ്പോൾ ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട് കടന്നു പോകും. ചിലപ്പോൾ അത് ഒരു സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അങ്ങോട്ട് ഒന്നിൽ നിന്ന് വേറൊന്നിലോട്ട് പോകും. ചിലപ്പോൾ നിൽക്കുന്ന നിപ്പിൽ തന്നെ ഒരാൾ പെട്ടെന്ന് ചാടിക്കയറി ദേഷ്യപ്പെടാം, പെട്ടെന്ന് അയാൾ പൊട്ടിക്കരയാം, അല്ലെ പെട്ടെന്ന് സന്തോഷിക്കാം. അങ്ങനെ ചില വളരെ പെട്ടെന്നുള്ള ബിഹേവിയറൽ ചേഞ്ചസ് ചില ആളുകളിൽ നമ്മൾ കാണുന്നു. അതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ലബിലിറ്റി ഓഫ് ദ കാറ്റക്സിസ് ആണ്. വളരെ പെട്ടെന്നുള്ള ഫ്ലോ ആണ്, എനർജി പെട്ടെന്ന് അങ്ങോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയൊരു സ്റ്റിമുലസ് കിട്ടിയാൽ മതി. ഇപ്പൊ പെട്ടെന്ന് ഒരു സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് കിട്ടുന്ന ചോദനയാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ റിസീവ് ചെയ്യുന്ന എന്തിനെ നമുക്ക് സ്റ്റിമുലസ് എന്ന് വിളിക്കാം. സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ ചില ആളുകൾ വളരെ പെട്ടെന്നാണ് അതിന്റെ റിയാക്ഷൻ ആയിട്ട് ഏതെങ്കിലും ഈഗോ സ്റ്റേറ്റ് ആക്ടിവേറ്റഡ് ആകുന്നത്. ചില ആളുകളുടെ അഡൽട്ടിലോട്ട് കൊടുക്കുന്ന സ്റ്റിമുലസ് ചിലപ്പോൾ അവർ എടുക്കുന്നത് ചൈൽഡിൽ നിന്നായിരിക്കും, ചിലർ പേരന്റിൽ നിന്നായിരിക്കും, ചിലർ കണ്ടാമിനേഷനിൽ നിന്നായിരിക്കും എടുക്കുന്നത്. അങ്ങനെ ചിലപ്പോൾ ഈ അഡൽട്ടിലോട്ട് കൊടുക്കുന്നതിന് പകരം, അഡൽട്ടിൽ റിസീവ് ചെയ്യുന്നതിന് പകരം അവർ ചൈൽഡ് എടുക്കുകയും ചൈൽഡ് വളരെ പെട്ടെന്ന് ആക്ടിവേറ്റഡ് ആകുകയും ചെയ്യുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ എന്താ പറയുന്നത് ഈഗോ സ്റ്റേറ്റ് ബൗണ്ടറിയുടെ ഇഷ്യൂ ആയിട്ടൊക്കെ പറയുന്നത്. ഈഗോ സ്റ്റേറ്റ് ബൗണ്ടറിയുടെ ഇഷ്യൂ, അതിൻ്റെ അകത്ത് ഈ എനർജി ഫ്ലോയുടെ ഇഷ്യൂ, എക്സസ് എനർജി നിൽക്കുന്ന ചെറിയൊരു ഇത് തൊട്ടാ. ഇപ്പൊ നമ്മൾ ബലൂൺ തന്നെ ഇങ്ങനെ വീർപ്പിച്ചു കഴിഞ്ഞാൽ, ബലൂൺ നന്നായിട്ട് വീർപ്പിച്ചു കഴിഞ്ഞാൽ ചില ഏരിയയിൽ നമ്മൾ ചെറുതായിട്ടൊരു മുട്ടുസൂചി കുത്തിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ പൊട്ടും. ചില ഏരിയയിൽ നല്ല ശക്തമായിട്ട് കുത്തണം. അതായത് ചില ഏരിയകളുണ്ട്, അതിന് ഈ സോർ സ്പോട്ടുകൾ എന്നൊക്കെ പറയുന്ന ഏരിയകളുണ്ട്. ചില അങ്ങനെയുള്ള, അതായത് ചില മുറിവുകൾ, മനസ്സിന് ഉള്ള മുറിവുകൾ, പഴയ മുറിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്മറി, ഏതെങ്കിലും ഒരു സ്റ്റിമുലസ് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതേ മുറിവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തോട്ട്സും ഫീലിങ്സും ഒക്കെ ഇവോക്ക് ചെയ്യപ്പെടും. അത് അയാളുടെ മനസ്സിൽ രണ്ടാമത് ആവർത്തിപ്പിക്കപ്പെടും. അതുപോലെ തന്നെ പെർമിയബിലിറ്റി ഓഫ് ദ ഈഗോ ബൗണ്ടറീസ്. 3 ഈഗോ സ്റ്റേറ്റുകൾ തമ്മിൽ ബൗണ്ടറീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ ബൗണ്ടറീസിൽ തമ്മിൽ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. ചില ഈഗോ സ്റ്റേറ്റിന്റെ ബൗണ്ടറി തിക്കായിരിക്കും, ചിലപ്പോൾ അത് അത്രക്ക് തിക്കായിരിക്കത്തില്ല. അപ്പൊ അതുമൂലം ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ. ബൗണ്ടറി ലീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഈ എന്താ പറയുക, ചിലപ്പോൾ ഒരു മുഴകൾ ഉണ്ടാകുക, അല്ലെങ്കിൽ അവിടെ ഗ്യാപ്പ് ഉണ്ടാകുക,
ഇതിനേക്കാണ് ബൗണ്ടറി ലീഷൻസ് എന്നൊക്കെ പറയും. ഏതാണ്ട് ഇതിനെയാണ് നമ്മൾ ഫങ്ഷണൽ പാതോളജി എന്ന് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ സ്ട്രക്ചറലി ആണ് ഫങ്ഷണലി ആണ് ഒരാളുടെ മാനസിക രോഗം ഉള്ളത് എന്നാണ് ഈ TA നോക്കുന്നത്. അതല്ലാതെ നമ്മൾ ലേബൽ ചെയ്യുന്നില്ല. എന്നിരുന്നാലും നമ്മൾ ആദ്യം ഒരു ക്ലയന്റ് വരുമ്പോൾ നമ്മൾ അസസ് ചെയ്യും. അസസ് ചെയ്തതിനു ശേഷം അയാളുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കും. മെഡിസിൻ വേണ്ട കേസുകളാണെങ്കിൽ നമ്മൾ കഴിയാവുന്നത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഹോമിയോയോ അല്ലെ ആയുർവേദോ അഡ്വൈസ് ചെയ്യും. തീരെ നിർവാഹമില്ലെങ്കിൽ മാത്രമേ നമ്മൾ അലോപ്പതി അഡ്വൈസ് ചെയ്യാറുള്ളൂ. പലപ്പോഴും അലോപ്പതി മെഡിസിൻസിന് സൈഡ് എഫക്ട്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അലോപ്പതി അഡ്വൈസ് ചെയ്യാത്തത്. ഹോമിയോ അല്ലെ ആയുർവേദം നമ്മൾ അഡ്വൈസ് ചെയ്തതിനു ശേഷം നമ്മൾ കൗൺസിലിംഗ് പ്രോസസ്സിലോ അല്ലെ സൈക്കോതെറാപ്പി പ്രോസസ്സിലോ കൂടെ ആളുകളെ കടത്തിവിടുന്നു. അതിനുശേഷം അവർക്കുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ, നമുക്ക് ഒരുപാട് കേസസ് ഉണ്ട്, കേസ് സ്റ്റഡീസ് ഉണ്ട്. വേൾഡ് വൈഡ് ആയിട്ട് റിസർച്ചസിനെ പറ്റി കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് TA കൊണ്ട് വ്യക്തി ജീവിതത്തിനെ മാറ്റാനായിട്ട് സാധിക്കും. എറിക് ബേണിന്റെ ഫിലോസഫി, മൂന്നാമത്തെ ഫിലോസഫി പറയുന്നത് പോലെ പീപ്പിൾ ഡിസൈഡ് ദെയർ ഓൺ ഡെസ്റ്റിനി. അവരുടെ ഭാവി എന്താണെന്നുള്ളത് അവർ തീരുമാനിക്കുന്നു. ആൻഡ് ദീസ് ഡിസിഷൻസ് ക്യാൻ ബി ചേഞ്ച്ഡ്. അങ്ങനെ എന്തെങ്കിലും മോശമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനങ്ങളെ മാറ്റി പുതിയ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ TA നല്ലൊരു ടൂളാണ്. ട്രാൻസാക്ഷണൽ അനാലിസിസിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ ഫ്രീഡം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പൊ നമ്മുടെ എല്ലാം ഫ്രീഡം കൊറോണ കാരണം നമ്മൾ കുറേയൊക്കെ റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു ലോഗോതെറാപ്പിസ്റ്റ് ആയിരുന്ന നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് അതിജീവിച്ച വിക്ടർ ഫ്രാങ്ക്ലിന്റെ ഒരു പ്രധാനപ്പെട്ട കൊട്ടേഷൻ എന്റെ മനസ്സിലോട്ട് വരുന്നത്. അദ്ദേഹം പറയുന്നതാണ്, ബിറ്റ്വീൻ എവറി സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ദർ ഇസ് എ ഗ്യാപ്പ് ആൻഡ് വേർ ലൈസ് ദ ഹ്യൂമൻ ഫ്രീഡം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഓരോ സ്റ്റിമുലസിനും ഒരു ചോദന വെളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതിനോട് എന്ത് റെസ്പോൺസ് സ്വീകരിക്കണം, ഒരാൾ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് എങ്ങനെ മറുപടി, എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കാ ഉള്ളത്? അത് ഞാനെന്ന് പറയുന്ന വ്യക്തിക്കാ ഉള്ളത്. ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാൾ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ പ്രവർത്തിക്കണമെന്നില്ല. പക്ഷെ എന്ത് റെസ്പോൺസ്, എന്ത് പ്രതികരണം സ്വീകരിക്കണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അതാണ് TA നമ്മളെ പഠിപ്പിക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള പ്രതികരണങ്ങൾ ശീലിക്കുക, ഹെൽത്തി ആയിട്ട് ആളുകൾ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മുടെ സമയം ഇന്ന് അതിക്രമിച്ചിരിക്കുന്നു, 11:05. വീണ്ടും ഒന്നുകൂടെ ഈ പോസിറ്റീവ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയോടും ഇതിന്റെ ഓർഗനൈസേഴ്സിനോടും എൻ്റെ പ്രിയ സുഹൃത്തായ സുധാസേട്ടനോടും ഉള്ള നന്ദി അറിയിക്കുകയാണ്. ICTA നിങ്ങളുടെ കൂടെയുണ്ട്. എന്ത് സഹായത്തിന് വേണമെങ്കിലും ICTA നിങ്ങൾക്ക് സമീപിക്കാം. അതിനുള്ള സംവിധാനങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് ട്രെയിൻഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സും സൈക്കോതെറാപ്പിസ്റ്റുകളും ഓർഗനൈസേഷൻ കൺസൾട്ടൻസും ഒക്കെ ഉണ്ട്. വേൾഡിൽ തന്നെ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റിയിൽ നിൽക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇൻഫ്രാസ്ട്രക്ചർ ബേസ്ഡ് വേൾഡിലെ നമ്പർ 1 ഓർഗനൈസേഷനാണ്. കൂടുതലായിട്ട് നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ സാധാരണ ആളുകളിലോട്ട് ഇത് കാര്യമായിട്ട് എത്തിക്കുക എന്നുള്ളൊരു മിഷൻ കൂടെ ICTA ഉണ്ട്. അതിന് നിങ്ങളുടെ എല്ലാം സഹായവും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ആവശ്യമാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഓക്കെ, താങ്ക് യു സർ. വളരെ നന്നായി തന്നെ സാറ് പ്രസന്റ് ചെയ്തു. പക്ഷെ എന്നാലും ഏറ്റവും വിഷമകരമായ ഒരു വിഷയമായതുകൊണ്ട് കുറെ ആൾക്കാർക്ക് സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും സാറ് കുറച്ച് സമയം നമ്മളെ ഇവിടെ നിൽക്കണം. ഈ ആഫ്റ്റർ സെഷന് നമ്മൾ പറയുന്ന പേരാണ് പാൽപായസം എന്ന്. എല്ലാവരും പാൽപായസത്തിൽ പങ്കുചേരാനും അതില് അണ്ടിപ്പരിപ്പ് മുന്തിരിലിടാനും സാറ് ക്ഷണിക്കുന്നത്. ഒരു സെക്കൻഡ് നമ്മളെ ഈ SDP ആയിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടുന്നതിന് വേണ്ടി പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്റെ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങളെ പേര് അയച്ചു തരണം. ആ ഗ്രൂപ്പിൽ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ സാറേ പറഞ്ഞോ. സുധാ സാറേ നമ്പർ ഒന്ന് പറഞ്ഞോ, ഒന്നുകൂടെ കേട്ടോട്ടെ ആൾക്കാർ. 944 711 4001. ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം. 944 711 4001. 944 711 4001. ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, താങ്ക് യു. ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് സുഹാസേട്ടാ. ഓ, താങ്ക് യു. ഓക്കെ സാർ. സബാഷ് സാറേ, നല്ല രീതിയിലുള്ള സെഷൻ. ചിന്തിപ്പിക്കുന്നത്. കാരണം TA കുറിച്ച് നമുക്ക് അറിയാമെന്നല്ലാതെ ഇത്ര ഡെപ്തിൽ പോയില്ല. കുറച്ച് ആഴത്തിൽ ഇറങ്ങേണ്ടതാണ്. ഒരു ടഫായ സബ്ജക്റ്റിനാണ് സാറ് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് വേണം പറയാം. കാരണം TA ഒരു ബേസ് ഇല്ലാത്തവർക്ക് കൂടി മനസ്സിലാവുന്നതിൽ സാറ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെന്തായാലും ചില അച്ഛന്മാരുടെ പ്രകടനം കാണുമ്പോൾ, അവരുടെ സ്വഭാവം കാണുമ്പോൾ ഇനി മനസ്സിലാക്കാം അല്ലേ അവരുടെ അഡൽട്ടിന്റെ ചൈൽഡ് വർക്ക് ചെയ്യാത്തോണ്ടാണ് അല്ലേ? ഇനി അങ്ങനെ ചിന്തിക്കാലോ. ഏതായാലും ഒരാൾക്കാരുടെ സ്വഭാവം കാണുമ്പോഴേ തിരിച്ചറിയാൻ പറ്റും. സാർ ഒന്നുകൂടി ഒരു ഡൗട്ടോട് ചോദിക്കാം. ഇപ്പൊ അടുത്ത കാലത്ത് കണ്ണൂർ നടന്ന ഒരു സംഭവം, ഈ പോസിറ്റീവായി ചിന്തിക്കുന്നതിനിടയിൽ ഒരു നെഗറ്റീവ് പറയേണ്ടി വന്നതിൽ എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഒരു തന്റെ മകനെ കാമുകന്റെ കൂടെ ഈ സ്ത്രീക്ക് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ മകനെ കൊന്ന ഒരു സംഭവം അറിയാം. വളരെ മനസ്സിന് വേദന ഉണ്ടാക്കിയ ഒരു സംഭവത്തെ ഞാനിപ്പം സാറിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീയുടെ അഡൽട്ട് വർക്ക് ചെയ്യാത്ത, പാരന്റ് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണോ? എല്ലാ അർത്ഥത്തിലും പാരന്റ് തന്നെയാണോ വർക്ക് ചെയ്യാത്തത്? അവിടെ നമുക്ക് നോക്കുന്നത് കോൺസ്റ്റന്റ് ചൈൽഡ് എന്ന് പറയുന്ന ഇതിലായിട്ടാണ് നമുക്ക് എടുക്കാവുന്നത്. നമ്മൾ ടിയുടെ ആംഗിൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആണ്. അവിടെ പാരന്റും ഇല്ല, അഡൽട്ടും ഇല്ല അവർക്ക്. അതുകൊണ്ടാണ് കോൺസ്റ്റന്റ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന്. അവരുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഡ്രൈവ്സിനും വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും കാണിക്കുക എന്നുള്ളതാണ്. അവിടെ മൂല്യങ്ങളില്ല, യാഥാർത്ഥ്യബോധവുമില്ല. വിഭാഗത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളാണ് ഈ സെക്ഷൽ നീഡ്സ് എന്നൊക്കെ പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ടിയുടെ ആംഗിൾ അതാണ് കോൺസ്റ്റന്റ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. ജനറൽ സൈക്കോളജിയുടെ ആംഗിൾ അങ്ങനെയല്ല. അവരതിന് വേറെ രീതിയിൽ കൺസെപ്റ്റുകൾ പറയുന്നുണ്ട്. അവിടെ ഒരു ആന്റി സോഷ്യൽ ബിഹേവിയർ ഉണ്ട് അവർക്ക്. അത് സാധാരണ സൈക്കോളജി അല്ല, ഞാൻ ഞാൻ ചോദിച്ചത്. പ്രത്യേകിച്ച് പാലക്കാട് സാറിന് സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാലക്കാട് സംഭവം എന്ന് പറഞ്ഞത് അറിയില്ലായിരുന്നു. അതിങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് പാലക്കാട് ഒരു കാമുകന്റെ കൂടെ പോന്നു. അതിനുശേഷം ഈ കാമുകിയെ വെട്ടിക്കൊന്നു, കാല് മുറിച്ചു, കൊലപാതകം നടന്നത്. കഴിഞ്ഞിടക്ക് ഈ ഒരു മാസം ആയുള്ള ആ ന്യൂസ് നടന്നിട്ട് പെട്ടെന്ന് ഇതാണ് മനസ്സിലാവുന്നത്. അപ്പൊ അത് കണ്ണൂരാണെന്നും നടന്നത് ഈ പറഞ്ഞ കേസ്. കണ്ണൂർ ആദ്യത്തെ എല്ലാത്തിലും നമുക്ക് പതോളജി വളരെ സിവിയർ ആയിട്ടുള്ള പാതോളജി കാണാൻ പറ്റും. സൈക്കോ പാതോളജി ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ബേസ് അതാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഏതായാലും ഇനിയും നമ്മുടെ കൂടെയുള്ള പാർട്ടിസിപ്പൻസിന് ചോദിക്കാനുള്ള അവസരമാണ്. ഹലോ, എല്ലാവർക്കും മ്യൂട്ട് ചെയ്യാനല്ലേ സാറേ? സുധാ സാറേ, എല്ലാവർക്കും മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാക്കില്ലേ? അബൂബക്കർ സാറേ, പിന്നെ സംശയങ്ങൾ അവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ഒന്ന് എല്ലാവരും സംശയമുള്ള ഹാൻഡ് റൈസ് ചെയ്യണേ. ഗോപ സാർ മ്യൂട്ട് ചെയ്യും. ഇരിക്കുന്നിടത്തല്ല ഹാൻഡ് റൈസ് ചെയ്യേണ്ടത്, നമ്മൾ കമ്പ്യൂട്ടർ വഴി ചെയ്യണം. ഓക്കെ, സുധാ സാറിന്റെ വാക്കുകൾ കടമെടുത്താൽ ഇരിക്കുന്നിടത്ത് കൈയുയർത്തരുത്. നമ്മുടെ ഇതിലുള്ള നിങ്ങളുടെ ഉപയോഗിക്കുന്ന സൂമിലുള്ള കൈയുയർത്തുക. അതെ അതെ, ദീപ്തി ചെയ്ത പോലെ. സെബാസ്റ്റ്യൻ സാർ, ഞാൻ ദീപ്തിയാണ്, ടീച്ചറാണ്. അപ്പോ എനിക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം. ഒന്ന്, ഈ TA പഠിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സ്കോപ്പ് എന്തൊക്കെയാണെന്ന് അറിയണം. പിന്നെ രണ്ടാമത്, നമ്മളിപ്പോ എനിക്ക് തോന്നുന്നത് മിക്കവാറും ആൾക്കാര് ഓരോരോ ഈഗോ സ്റ്റേറ്റിന്റെ ഒരു ബ്ലെൻഡ് ആണെന്നാണ് തോന്നുന്നത്. ചിലരിൽ ചിലത് ഇങ്ങനെ കൂടുതലായിട്ട് ഓരോ ഈഗോ, ചിലരിൽ ചൈൽഡ് മുന്നിട്ട് നിൽക്കും, അങ്ങനെ അല്ലെ? അപ്പൊ നമ്മൾ ഈ ഒരു ഇപ്പോ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലുള്ള ഒരാൾക്ക് അഡൽട്ട് ഈഗോ സ്റ്റേറ്റിലേക്ക് മാറാണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഓക്കെ, നല്ല ചോദ്യങ്ങളാണ് ടീച്ചർ ചോദിച്ച. രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞോ? ഇനി ബാക്കിയുള്ളവരുണ്ടല്ലോ, വേണേ പിന്നെ ചോദിക്കാം. ഓക്കെ ടീച്ചറെ, ആദ്യത്തെ ചോദ്യത്തെ TA പഠിച്ചു കഴിഞ്ഞാലുള്ള സ്കോപ്പാണ് ടീച്ചർ ചോദിച്ചത്. ടിയുടെ ഡെഫിനിഷൻ തന്നെ ഇതാണ്: ട്രാൻസാക്ഷണൽ അനാലിസിസ് ഇസ് എ തിയറി ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് സിസ്റ്റമാറ്റിക് സൈക്കോതെറാപ്പി ഫോർ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് പേഴ്സണൽ ചേഞ്ച് എന്ന് പറയുന്നത്. വ്യക്തിപരമായിട്ടുള്ള മാറ്റത്തിനും വ്യക്തിത്വ വികസനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സൈക്കോതെറാപ്യൂട്ടിക് മെത്തേഡാണ് TA. എറിക് ബേൺ ഇത് കൊണ്ടുവരുമ്പോൾ തന്നെ ഉദ്ദേശിച്ചിരുന്നത്, അദ്ദേഹം കൊണ്ടുവരുന്നത് ഇതൊരു സോഷ്യൽ ആക്ഷൻ തിയറി എന്നാണ് അദ്ദേഹം പറയുന്നത്. സോഷ്യൽ ആക്ഷൻ, ഇത് സമൂഹത്തിനെ ഒന്നടങ്കം ഉടച്ചു വാർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് മേഖലയിലാണ്, ഏത് കർമ്മ മേഖലയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, ആ മേഖലയിൽ കുറെ കൂടെ എഫക്റ്റീവായിട്ട്, കുറെ കൂടെ നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഈ TA സഹായിക്കും. അദ്ദേഹം വ്യക്തികളെ 3 തരക്കാരായിട്ട് വിഭജിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഇതാണ്: ജീവിതത്തിൽ വിജയിക്കുന്ന ആളുകൾ, വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടാകുന്ന ആളുകളാണ് അവര്. ആ ലക്ഷ്യം നേടിയെടുത്തിരിക്കും. ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ കൂടെ തനിക്കും തന്റെ സമൂഹത്തിനും കുറെ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ളവരെയാണ് വിന്നറുകൾ, വിജയികൾ എന്ന് അദ്ദേഹം വിളിക്കുക. അപ്പൊ ഒരു വിജയിയാകാനുള്ള ഒരു കോളാണ് TA എന്ന് പറയുന്നത്. ടീച്ചർ ഏത് മേഖലയിലാണ്, ടീച്ചിങ് ഫീൽഡിലാണെങ്കിൽ ആ ടീച്ചിങ്ങിൽ എന്തെങ്കിലും സർഗാത്മകത കൊണ്ടുവരാൻ, എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവരാനായിട്ട്, അതിൽ കൂടെ സമൂഹത്തിന് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്.
ഇനി അദ്ദേഹം വേറെ രണ്ട് ടൈപ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. നോൺ വിന്നേഴ്സ് എന്ന് പറയുന്നവര്, ലൂസേഴ്സ് എന്ന് പറയുന്നത്. ലൂസേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ലക്ഷ്യം ഉണ്ടാകത്തില്ല, പക്ഷെ ഉണ്ടെങ്കിൽ തന്നെ അത് നേടിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം ഉണ്ടാകത്തില്ല. എവിടെയെങ്കിലും ചെന്ന് കലമുടക്കുന്ന ആളുകളാണ്. ഏർലി ഡെത്ത്, ആക്സിഡന്റ്, അല്ലെ ജയിലിൽ പോവുക, മറ്റുള്ളവരെല്ലാം കൊല്ലുക എന്നൊക്കെ പറയുന്ന ആളുകളാണ് ലൂസേഴ്സ്. പക്ഷെ മെജോറിറ്റി ആളുകളും ഇതിന്റെ രണ്ടിന്റെ നടുക്കുള്ള ആളുകളാണ്. അതായത് വിന്നറുമല്ല ലൂസറുമല്ല, ഇങ്ങനെയുള്ള ആളുകളെ വിളിക്കുന്നവരെ നോൺ വിന്നേഴ്സ് എന്നാ പറയുന്നത്. നോൺ വിന്നേഴ്സ്, അത് ഒരു കാറ്റടിക്കുമ്പോൾ അതിന്റെ പുറകെ പോകും, അടുത്ത കാറ്റടിക്കുമ്പോൾ അതിന്റെ പുറകെ പോകും. അതല്ലാതെ കൃത്യമായിട്ടൊരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങുന്ന ആളുകളല്ല ഈ നോൺ വിന്നേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ സമൂഹത്തിൽ ഏതാണ്ട് ഒരു 60-65% നോൺ വിന്നേഴ്സ് ആണുള്ളത്. അവർക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യം വെച്ചു കൊടുത്ത് അവരെ വിജയികളാക്കാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് സ്കോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 ഏരിയയിലാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. 1 സൈക്കോതെറാപ്പി, 2 കൗൺസിലിംഗ്, 3 എഡ്യൂക്കേഷൻ. ടീച്ചിങ് ഫീൽഡിൽ ഇതിന്റെ വൈഡർ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരുപാട് റിസർച്ചസ് നടന്നിട്ടുണ്ട്, ലിറ്ററേച്ചർ ഒരുപാടുണ്ട്. അത് ടീച്ചറിന് വേണമെന്നുണ്ടെങ്കിൽ അത് ടീച്ചറിൻ്റെതായിട്ടുള്ള മേഖലയിൽ അത് ഉപയോഗിക്കാം. പിന്നെ ഓർഗനൈസേഷൻ, ഇതിലൊക്കെ കൺസൾട്ടൻസി ഒക്കെ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് സ്വാഭാവികമായിട്ടും റെമ്യൂണറേഷൻ ഒക്കെ ഉണ്ട്, സാമ്പത്തികമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതൊരു സോഷ്യൽ സർവീസ് ആയിട്ട് എടുക്കുക. പണത്തിന്റെ പുറകെ നമ്മൾ പോകുന്നതിന് പോലെ ഇത് സോഷ്യൽ സർവീസ് ആയിട്ട് മാറ്റുക. അതിന്റെ റിസൾട്ട് ആയിട്ട് ഈ വന്നു ചേരുന്നതാണ് ഈ പറയുന്ന ഈ പണം അല്ലെങ്കിൽ അങ്ങനെയുള്ള മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്നാണ് എൻ്റെ ഒരു അപ്രോച്ച് കേട്ടോ, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ടീച്ചർ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കട്ടെ. ഇത്രയും ക്ലിയർ ആണോ ടീച്ചറിന്? ക്ലിയർ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ചില ആളുകളുടെ ഈഗോ സ്റ്റേറ്റുകൾ, ഉദാഹരണം ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരാളെ എങ്ങനെ നമുക്ക് അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ കൊണ്ടുവരാം എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഇതിന്റെ നമുക്ക് ടിയുടെ തന്നെ മറ്റു പല ടൂൾസ് ഉണ്ട്. ഉദാഹരണം ഈഗോഗ്രാം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യർ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. ഈഗോഗ്രാം ക്വസ്റ്റ്യർ, ESQ ക്വസ്റ്റ്യർ, ഇതൊക്കെ സ്റ്റാൻഡർഡൈസ്ഡ് ക്വസ്റ്റ്യർ ആണ്, ഇന്റർനാഷണലി സ്റ്റാൻഡർഡൈസ്ഡ് ക്വസ്റ്റ്യർ ആണ്. ഇത് വെച്ച് നമ്മൾ ചെക്ക് ചെയ്യും ഇയാൾക്ക് എന്താണ് ഫങ്ഷണൽ ഡിഫിക്കൽട്ടി. ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ ഈഗോ സ്റ്റേറ്റിന്റെ പ്രവർത്തനത്തിനുണ്ടാകുന്ന ഡിഫിക്കൽട്ടി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ചിലപ്പോൾ നമുക്ക് ചില തെറാപ്യൂട്ടിക് ടെക്നിക്സ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഓരോ കേസുകളും ഡിഫറെന്റ് ആണ്. എന്തുകൊണ്ട് അവർ ആ ചൈൽഡിൽ നിന്ന് പെരുമാറുന്നു എന്നുള്ളതിന് നമ്മൾ നോക്കണം. ഇപ്പൊ നമ്മുടെ സ്വന്തം കേസുകളാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ ചൈൽഡിൽ നിന്ന് അഡൽട്ടോട്ട് മാറാനായിട്ട് 2-3 കാര്യങ്ങളുണ്ട്. നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നേരെ ഇരിക്കുക, സിറ്റ് സ്ട്രെയിറ്റ് എന്നാണ്, നടുവ് നിവർന്നിരിക്കുക, അഡൽട്ടിന്റെ പോസ്ചറാണ്. പിന്നെ ഡീപ് ബ്രീത്തിങ്, റിലാക്സേഷൻ, ഇതെല്ലാം മിക്കവാറും എല്ലാ സൈക്കോളജി ടൂൾസിലും മിക്കവാറും ടൂൾസിലൊക്കെ ഉള്ളതാണ്. ഡീപ് ബ്രീത്ത് ചെയ്യുക, റിലാക്സ് ചെയ്യുക. പിന്നെ ഈ ചൈൽഡ് ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരുപാട് തോട്ട്സ് വരും, ചിന്തകൾ ഒരുപാട് കൂടുതലായിരിക്കും, ചിന്തകളുടെ ഫ്രീക്വൻസി കൂടുതൽ വരും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ആ ചിന്തകളിൽ നിന്ന് വിടിയിക്കാനായിട്ട് ചിലപ്പോൾ ഡീപ് ബ്രീത്ത്, റിലാക്സേഷൻ, അതുപോലെ തന്നെ ജസ്റ്റാൾട്ടിന്റെ ചില ടെക്നിക്സ്, അതായത് അവരോട് പറയും നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ നല്ല സ്പീഡിൽ അങ്ങോട്ട് എഴുതാൻ പറയും. നല്ല സ്പീഡിൽ അങ്ങോട്ട് എഴുതിയിട്ട് അത് കീറി അങ്ങ് നിങ്ങൾ കത്തിച്ച് കളയുക, രണ്ടാമത് നിങ്ങൾ വായിച്ചു നോക്കരുതെന്ന് പറയും. അപ്പൊ ഇതൊക്കെ ഒരുപാട് അവരുടെ ചൈൽഡിൽ നിന്ന് അഡൽട്ടിലോട്ട് മാറ്റാൻ പറ്റുന്നത്. കാരണം കത്തിച്ച് കളയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം എഴുതി വെച്ചു, അത് വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമാകരുതില്ല, അതുകൊണ്ടാണ് കത്തിച്ച് കളയാൻ പറ്റുന്നത്. രണ്ടാമത് നമ്മൾ ഈ ചിന്തിക്കുകയും എഴുതുകയും കൂടെയാണ് ചെയ്യണത്. ചിന്തിക്കുകയും വേണം, അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എഴുതുകയും വേണം. അപ്പൊ ഇത് രണ്ടും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡൽട്ടിൽ നിൽക്കാതെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതൊക്കെ അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് കൂട്ടാനുള്ള ടൂൾസ് ആണ്. അപ്പൊ നമ്മൾ നിർബന്ധിതരാവും അല്ലെ അഡൽട്ടിലേക്ക് പോവാൻ, അഡൽട്ടിലോട്ട് പോകാൻ നിർബന്ധിതരാവും. അതാണ് അതിന്റെ ടെക്നിക്ക്, അതിന്റെ പിന്നിലുള്ള ശാസ്ത്രം അതാണ്. ഓക്കെ, താങ്ക് യു സാർ. എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, സബ്ജക്ട് പഠിക്കാനൊക്കെ തോന്നുക, അതാ ചോദിച്ചത്. തീർച്ചയായിട്ടും ടീച്ചറെ, സുധാ സാർ പറയാറുണ്ട് നല്ലതാണ്. താങ്ക് യു സാർ. ജഗതി മാം സംസാരിച്ചോളൂ. ജഗതി വേഗം വാല്യൂഷൻ നടത്തുന്ന സമയത്താന്ന് തോന്നുന്നു കേൾക്കുന്നത്. അല്ലല്ല, ഞാൻ ടീച്ചറല്ല. ഹലോ, പറഞ്ഞോ, കേൾക്കുന്നുണ്ടോ? ഞാൻ ടീച്ചറല്ല, ഞാന് ഓഫീസിൽ വർക്ക് ചെയ്യും. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഇതൊന്ന് തുറന്നു വെച്ചതാ. കേൾക്കുന്നുണ്ടോ? സാർ, സെബാസ്റ്റ്യൻ സാറിന് ഒന്ന് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാറിന് ഓർമ്മയുണ്ടോ? നമ്മളൊരു നാട്ടുകാരാണ്, എറണാകുളത്ത് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. വേണ്ടി കയറിയതാ ഞാൻ. ഇടയ്ക്കൊക്കെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ ഓഫീസിലല്ലേ. ഓക്കെ സർ, താങ്ക് യു. ക്ലാസ് നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു, ബൈ. അത്രയുള്ളൂ, ചോദ്യമൊന്നും ഇല്ല അപ്പൊ. താങ്ക് യു. ഓഫീസിലായോണ്ടാ ഇങ്ങനെ ചുരുക്കിയത്. അതെ, തീർച്ചയായിട്ടും അതുകൊണ്ട്
ഒപ്പിച്ചതാ ഞാൻ ശരിക്കും. ഓക്കെ, താങ്ക് യു. വേണുഗോപാൽ സാർ അൺമ്യൂട്ട് ചെയ്തിട്ട് സാർ സംസാരിച്ചോളൂ. സാറേ, ഒരു ടഫായ സബ്ജക്റ്റ് ആണെങ്കിലും കഴിഞ്ഞിടത്തോളം സിംപ്ലിഫൈ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാർ ശ്രമിച്ചിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്റെ സംശയം എന്താ വെച്ചാൽ, ഈ ഒരു വ്യക്തികളിൽ പലരിൽ നമ്മൾ കാണുന്ന ഒരു ഇതെന്താ, ചൈൽഡിഷ്, ചൈൽഡ് ലൈക്ക് രണ്ട് സ്റ്റേറ്റ് ഉണ്ട്. ഈ രണ്ട് സ്റ്റേറ്റും പെർമനന്റ് ആയിട്ട് ആ വ്യക്തികൾ നിൽക്കുമോ അല്ലെ കാലക്രമേണ മാറുമോ എന്നുള്ളതാണ് എന്റെ സംശയം. ഓക്കെ 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 സാർ, ചൈൽഡ് ലൈക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് തോന്നും. ചിലപ്പോൾ ചൈൽഡ് ലൈക്ക്, ചൈൽഡിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു കുറച്ചെങ്കിലും ഒരു പെസിമിസം അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടോ എന്ന് നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നിപ്പോകും. ചൈൽഡിഷ് ആകുക എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ദുശാഠ്യം അല്ലെങ്കിൽ പിടിവാശി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചൈൽഡിഷ് എന്ന് പറയുന്നത്. ചൈൽഡ് ലൈക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഇതാണ് എനിക്ക് സാറ് പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വന്ന ഒരു കാഴ്ചപ്പാടാണത്. ഇപ്പൊ ടിയുടെ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പെർമനന്റ് അല്ല, പക്ഷെ അവർക്ക് ഹെൽപ്പ് വേണം, സപ്പോർട്ട് വേണം. എത്ര മോശം ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ എത്രയൊക്കെ ഒരു സിവിയറായിട്ടുള്ള ഒരു പാത്തോളജി ആണെങ്കിൽ പോലും നമുക്ക് അയാളെ ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും സാധിക്കും. മൂന്നാമത്തെ ഫിലോസഫി, ടിയുടെ ഫിലോസഫി അതാ പറയുന്നത്, പീപ്പിൾ ഡിസൈഡ് ദെയർ ഓൺ ഡെസ്റ്റിനി ആൻഡ് ദീസ് ഡിസിഷൻസ് ക്യാൻ ബി ചേഞ്ച്ഡ്. ഞാൻ ഈ ചൈൽഡിഷ് ബിഹേവിയർ കാണിക്കുന്നതിന്റെ പിന്നില് എൻ്റെ ചില തീരുമാനങ്ങളാണ്. കൊച്ചുനാളിലോ അല്ലെങ്കിൽ പിൽക്കാലത്തുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തില്, അന്നത്തെ കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിൽ ഞാൻ എടുത്ത ചില തീരുമാനങ്ങളാണ് ഇന്ന് ഞാൻ ഇങ്ങനെ പെരുമാറുന്നതിന്റെ കാരണം. അപ്പൊ ഈ തീരുമാനങ്ങളെ എനിക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചാൽ, പുതിയ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയറിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഒരു പരിധിവരെ ഇങ്ങനെയുള്ള ആളുകളിൽ ചിലപ്പോൾ നമുക്ക് സപ്പോർട്ട്, ഹെൽപ്പ് കൊടുക്കേണ്ടതായിട്ട് വരും. അറ്റ്ലീസ്റ്റ് ഒരു അവയർനെസ് എങ്കിലും അവർക്കുണ്ടെങ്കിൽ, റിക്ബൺ പറയുന്ന ഇതാണ്, അവയർനെസ് ഇറ്റ് സെൽഫ് ഈസ് ക്യൂർ. ഞാൻ ഇങ്ങനെ ചൈൽഡിഷ് ബിഹേവിയർ ആണ് എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ കാണുന്നത് എന്നുള്ളൊരു അവബോധം അവരുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ തന്നെ അത് തന്നെ അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപോദ്ബലകമാണ്. കൂടുതൽ എക്സ്പ്ലനേഷൻ വേണം സാറിന്? മതിയോ? സ്റ്റെഫി ഡി അറക്കൽ, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റെഫി ഡി അറക്കൽ. Yes. Hi, good morning. Hi Steffi, how are you? Doing good, doing Steffi, good. you are hearing, eh? Yes, I'm hearing you for the first time. Actually, Steffi is my cousin sister. She is from cousin's daughter. She's my niece. Yeah. niece. Okay. Oh, Arakal. Yeah. So, uncle, what is your question? Quick question. Okay. Yeah. So, does PTSD and mood disorders that are consistent in children or adults influence this kind of ego state or ego clashes? This PTSD and mood disorders we can connect easily with this ego state pathology, and we call it as a contamination. Sometimes it is contamination. It is severe, we call it as a double contamination. Sometimes it is PTSD because of the child contamination. Child is severely intruding the adult ego state. That is how the child contamination. The mood disorders also may be from the parent or child contamination. We can classify through contamination idea. Okay, and are the self-analysis tests available for adults or children in that case? Yeah. There are a lot of analytical tools in TA. Mostly you can use psychometric tools. You Google. There are some tools available there. Otherwise, you need to contact me. I can send you, or ICT. Sure. In Mumbai, we have ICTS centers there, sub-centers there. Okay. Many trainers there. Okay, we can guide you. Okay. I will get back to you. How is Mumbai? How is Mumbai? Everyone is okay there? We are in a red zone. No, not really. Our building is safe, but everything around is a bit dangerous. Right. Okay. No problem. Okay. Great. Lynn ma'am, unmute ചെയ്തിട്ടുണ്ട് Lynn ma'am. Yeah, thank you. Sir, structural pathology contamination parnu, exclusion parnu. Yes. Which is the other one, sir? A constant ego state. Constant ego state. Ego state. Okay. Exclusion is, there are two types of exclusion. Okay. One exclusion is one ego state is excluding the other two ego state. That you are operating only from one ego state.
Right. That is, if you are operating from parent ego state, you are operating only from the parent ego state. Okay. Another is your parent is switched off. Okay. Parent is not functioning. The other two ego states are functioning. Okay. The first one we call it as a constant ego state. The second one is we call it as exclusion. Okay, so basically constant ഒരു exclusionന്റെ ഒരു variety ആണ്, different type of X. പിന്നെ what is liability of cathexis? Liability of the cathexis. Cathexis എന്ന് വെച്ചാൽ എനർജിയുടെ ഫ്ലോ ആണ്. എനർജി ഫ്ലോ. ഇപ്പൊ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കണമെങ്കിൽ ഈ ഫ്ലൂയിഡ്സിന്റെ മൂവ്മെന്റ് ഉണ്ട്, എയറിന്റെ ഒക്കെയുള്ള മൂവ്മെന്റ് ഉണ്ട് എന്ന് പറയുന്നത് എനർജിയുടെ ഫ്ലോ ഉണ്ട്. ഈ എനർജിയുടെ ഫ്ലോയില് ചില സ്ഥലത്ത് അതിന് ഫ്രീ ആയിട്ട് അങ്ങ് ഫ്ലോ ചെയ്യും, ചില സ്ഥലത്ത് റെസിസ്റ്റൻസ് ഉണ്ടാകും. റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഈഗോസിറ്റിന്റെ ബൗണ്ടറികൾ തമ്മിലുള്ള പെർമിയബിലിറ്റി ഇഷ്യൂസ് ഒക്കെയാണ്. അപ്പൊ ഈ ഫ്രീ ഫ്ലോ ആ മൂവ്മെന്റിനുള്ള തടസ്സങ്ങളെയാണ് നമ്മൾ ഈ ലബിലിറ്റി ഓഫ് ദ കാറ്റക്സിസ് എന്ന് പറയുന്നത്. കാറ്റക്സിന്റെ എനർജിയുടെ മൂവ്മെന്റ് പ്രോപ്പർ അല്ലാതിരിക്കുക, ഇംപ്രോപ്പർ ആയിരിക്കുക. നമ്മൾ ഈഗോ സ്റ്റേറ്റ് അഡൽറ്റിൽ നിന്നാണ് സ്റ്റിമുലസ് റെസ്പോൺസ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അഡൽറ്റ് നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലസിന് ചിലപ്പോൾ അവിടെ ചുമ്മാ ആയിരിക്കും. ഇപ്പൊ ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പീരീഡിൽ, കൊറോണ പീരീഡില് കുറെ നാളുകളോളം നമ്മൾ വീടുകളിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന ആളുകൾക്ക് പിന്നീട് പുറത്തോട്ടിറങ്ങാനും ആളുകളായിട്ട് ബന്ധപ്പെടാനും ചില വിമുഖതകൾ ഉണ്ടാകും. ഉദാഹരണം, ഞാൻ ലൈഫ് ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഓഫീസറാണ്. എന്റെ കീഴിൽ ഏതാണ്ട് 80ഓളം ഏജൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ നമ്മൾ അസസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരിൽ ഒരു ഇപ്പോ കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് ചില ഏരിയകളിലൊക്കെ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നു കഴിഞ്ഞാൽ മെജോറിറ്റിക്കും ഭയമാണ്, ഉള്ളിലോട്ട് വലിയാണ്. ആളുകളുടെ അടുത്തോട്ട് പോയാൽ അവരെന്ത് പറയും, ഫോൺ കോൾ പോലും വിളിക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റാതിരിക്കുക. ഇതൊക്കെ എന്താന്ന് വെച്ച് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ അഡൽട്ട് ഇനോപ്പറേറ്റീവ് ആവുകയാണ്. സർക്കാർ പല കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, സർക്കാരിന്റെ ആനുകൂല്യങ്ങളുണ്ട്, ഇൻഷുറൻസ് കമ്പനികൾ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ആനുകൂല്യങ്ങളിൽ അവരങ്ങ് കുടുങ്ങിക്കിടക്കുകയാണ്. ഇതല്ലാതെ നാളത്തേക്ക് എന്താ, അല്ലെ 10 മാസം അല്ലെ 5 മാസം 3 മാസം കഴിഞ്ഞിട്ട് എന്തെന്നുള്ള രീതിയിലുള്ള തോട്ട് അവർക്ക് ഇപ്പൊ വരുന്നില്ല, ഫ്യൂച്ചറിനെ പറ്റി ഒരു പ്ലാനിങ് വരുന്നില്ല. അപ്പൊ ഇതെല്ലാം അഡൽട്ടിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷനിങ് ഇല്ലായ്മയാണ്. പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് സൊസൈറ്റിയിൽ കാണാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ എനർജി ഫ്ലോ പ്രോപ്പർ അല്ല, ഇംപ്രോപ്പർ ആണ്. അപ്പൊ നമ്മൾ വീണ്ടും അവരെ കാറ്റക്ട് ചെയ്യേണ്ടി വരും. അതിന് നമ്മൾ എക്സ്റ്റേണൽ ഇന്റർവെൻഷൻ വേണ്ടി വരും. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്ന്, ഞങ്ങൾ ഫീൽഡിൽ പോകും, ആളുകളെ പോയി കാണും, ഏജൻസിന്റെ വീടുകളിൽ പോകും, വിസിറ്റ് ചെയ്യും, അവർ ഫോൺ വിളിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അവരെ വീണ്ടും മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരിക. സർ നമ്മളപ്പോ യെസ് സർ, ഐ ഹാഡ് ഡൗട്ട്. ഇപ്പൊ നമ്മൾ ഈ ചില യങ്സ്റ്റേഴ്സിൽ കാണില്ലേ, അവർക്ക് ഭയങ്കര ഇനേർഷ്യയാണ്, സാർ പറഞ്ഞ പോലെ. ഇതിപ്പോ സാറ് പറഞ്ഞ എക്സാമ്പിൾ പാൻഡമിക്കിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്. പൊതുവെ നമ്മൾ ചില യങ്സ്റ്റേഴ്സിനെ കാണും, അവര് മുന്നോട്ട് ഒരു തീരുമാനം എടുക്കാൻ മടിച്ചു നിൽക്കുന്നു. അതൊക്കെ ഈ ലയബിലിറ്റി ഓഫ് കാറ്റക്സിസിന്റെ എക്സാമ്പിൾ ആണോ? അതെ അതെ, അതുകൊണ്ടാണ്. അപ്പൊ അത് നമ്മൾ പരിശോധിക്കണം. ഈ പർട്ടിക്കുലർ കേസ് എന്താണെന്നുള്ളത് നമ്മൾ അവരുടെ ഹിസ്റ്ററി നോക്കണം, പരിശോധിക്കണം. അതിനുശേഷം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, അതുകൊണ്ട് തന്നെയാണോ, അതർ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള നമ്മൾ നോക്കണം. അതിനകത്ത് അസസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇന്നതാണെന്ന് നമുക്ക് ഒരു കേസ് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഓരോ കേസ് ഒരു മുൻവിധിയും ഇല്ലാതെ വേണം നമ്മൾ ഓരോ കേസ് അപ്രോച്ച് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പെർമിയബിലിറ്റി ഓഫ് ഈഗോ ബൗണ്ടറീസിന്റെ ഒരു എക്സാമ്പിൾ പറയാമോ? പെർമിയബിലിറ്റി ഓഫ് ദ ഈഗോ ബൗണ്ടറീസ്. ഓക്കെ, ഉദാഹരണം നമ്മൾ പറയുന്ന ഇതാണ്. ഒരു കുട്ടി, ഒരു വൈഫ് വീട്ടില്, ഇപ്പൊ ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ ഭയങ്കര ഹാർഡ് വർക്കർ ആണെന്നിരിക്കട്ടെ, ഓഫീസിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ വീട്ടിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് മുഖമൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, മുഖമൊക്കെ ഇങ്ങനെ ഇതായിട്ട് എന്താ പറയുക, ഒരു സാഡ് സിറ്റുവേഷനിലൊക്കെ ഇരിക്കുക, ഇംപ്രോപ്പർ ആയിട്ടിരിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ വരും ചില കേസുകളിലെ. അപ്പൊ ഇതില് നമ്മൾ വരുന്ന ഇതിന്റെ ഒരു കാരണം നമ്മൾ പറയുന്ന ഇതാണ്, പ്രോപ്പറായിട്ട് എനർജി ഫ്ലോ വരുന്നില്ല. അവർക്ക് ഓഫീസിലായിരിക്കുമ്പോഴത്തേക്ക് അവരുടെ എനർജി ഫ്ലോ നടക്കുന്നുണ്ട്, അഡൽറ്റിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓഫീസിലെ കാര്യങ്ങൾ അവർ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, വേണ്ടതിനേക്കാളും കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അവർ. പക്ഷെ അവിടെ അത് അവരുടെ അഡൽറ്റ് മാത്രമേ ഓപ്പറേറ്റ് ആകുന്നുള്ളൂ. അതിനുശേഷം അഡൽറ്റിൽ നിന്ന് ചിലപ്പോൾ അവർ ശിശു സഹജമായിട്ട് വേറെ ആളുകളായിട്ട്, ഇപ്പൊ നമ്മൾ ഒറ്റയാന്മാരെന്നൊക്കെ പറയുന്ന ആളുകളല്ല. ഒറ്റയാന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ കോൺസ്റ്റന്റ് ഈഗോ സ്റ്റേറ്റ് ഇരിക്കുന്ന, കോൺസ്റ്റന്റ് അഡൽറ്റ് ഈഗോ സ്റ്റേറ്റ് ഇരിക്കുന്ന ആളുകളാണ് ഒറ്റയാന്മാരെന്ന് പറഞ്ഞാൽ. അവർക്ക് മറ്റുള്ള ആളുകളുമായിട്ട് സമൂഹത്തിന് പറ്റുന്ന രീതിയിൽ സമൂഹമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാനൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാകത്തില്ല. അവരോട് എന്തെങ്കിലും സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് അവർക്ക്, അവരുടെ കാര്യം എന്താണ്, അവരുടെ കാര്യങ്ങൾ അവരുടെ നേട്ടം മാത്രം നോക്കിയെടുക്കുക. സമൂഹത്തിൽ തന്നെ ആണെങ്കിൽ ഇപ്പൊ ഒരു ഓഫീസിൽ അടുത്ത സീറ്റിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ അയാളോട് പോലും നേരെ സംസാരിക്കാനായിട്ട് ഈ ഒറ്റയന്മാർക്ക്
പറ്റത്തില്ല. അപ്പൊ അവര് അതെല്ലാത്തിനെയും വേറൊരു രീതിയിലാണ് അവരുടെ കാഴ്ചപ്പാട് വരുന്നത്. അപ്പൊ ബൗണ്ടറി ഭയങ്കര സ്ട്രോങ് ആയി പോവുക, അവരുടെ അഡൽട്ട് എന്ന് പറയുന്ന ബൗണ്ടറി ഭയങ്കര സ്ട്രോങ് ആകുക. അതൊരിക്കലും ഈ ചൈൽഡിനെയും പേരന്റിന്റെയും ഈഗോ സ്റ്റേറ്റ് ബൗണ്ടറീസ് ലോട്ട് എനർജി ഫ്ലോ ചെയ്യാതെ അഡൽറ്റിൽ തന്നെ പിടിച്ചു നിർത്തുന്ന ഒരു അവസരം. ഇങ്ങനെ ഓരോ ഈഗോ സ്റ്റേറ്റുകളിലും നമുക്ക് കാണാൻ പറ്റിയത്. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എനർജി അങ്ങോട്ട് കടത്തി ഇടാതിരിക്കുന്നത്, അവരുടെ അപ്പോഴത്തെ കാര്യം മാത്രം സാധിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അവരത് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചോളൂ. ശരത് സാർ. ശരത് സാറേ നമസ്കാരം. നമസ്കാരം സാർ. സാറേ 3 എനർജീനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, ബൗണ്ടഡ് എനർജി, അൺബൗണ്ടഡ് എനർജി, ഫ്രീ എനർജി. അതിൽ ഫ്രീ എനർജി കൂട്ടാനുള്ള എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന്? ഫ്രീ കാറ്റക്സിസ് എന്ന് പറയുന്നത് നമ്മളൊരു ലക്ഷ്യത്തിലോട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന എനർജിയാണ് ഫ്രീ കാറ്റക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഗോൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. പലപ്പോഴും ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ മനസ്സിൻ്റെ പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുലനം ചെയ്യാൻ പറ്റാത്തത്രയും ശക്തി നമുക്ക് നമ്മുടെ മനസ്സിനുണ്ട്. നമ്മൾ പറയാം പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞുള്ള പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരുപാട് വിശദമായിട്ട് പല ഗ്രന്ഥകാരന്മാരും പല റിസർച്ചേഴ്സും അവർ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനർജി നമ്മൾ കൂട്ടണമെങ്കിൽ വ്യക്തമായിട്ടുള്ളതും ശക്തമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടാകണം. എന്തിനാ എനർജി എനർജി അവൈലബിൾ ആണ്, പക്ഷെ അത് യൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ പലപ്പോഴും അതിന് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനും അത് മതി. കൂടുതൽ എനർജി വന്നു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഡയറക്ഷൻ ദിശ നമ്മൾ കൊടുത്തില്ലെങ്കിൽ, കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടെ ദിശ നമ്മൾ കൊടുക്കണം. ഇപ്പൊ നമ്മൾ സ്മാർട്ട് ഗോൾ സെറ്റിംഗ് എന്നൊക്കെ പറയും. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം, ടൈം ബൗണ്ട്. അങ്ങനെ സാർ എന്താ പറ്റിയേ? സെബാസ്റ്റ്യൻ സാറേ, ഹലോ സാറിന്റെ നെറ്റ് ഞാൻ വിളിക്കാം. കംപ്ലീറ്റ്. ഹലോ.